ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെറ്റലർജിയാണ്. അപ്പോൾ റിയൽ ലൈഫിൽ ഒരുപാട് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മെറ്റൽസ് എല്ലാം ഡയറക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണോ? അല്ല. ഒരുപാട് മെറ്റൽസ് എന്താണ് അതിൻ്റെ ഡിഫറെൻ്റ് ഓർസിൽ നിന്നാണ് അത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ അലുമിനിയം എടുക്കുകയാണെങ്കിൽ അലുമിനിയം ഡയറക്റ്റ് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കല്ല. അത് മെയിനായിട്ട് കാണപ്പെടുന്നത് എങ്ങനെയാണ്? ബോക്സൈറ്റ് എന്നുള്ള ഓറിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ബോക്സൈറ്റിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ അലുമിനിയം കിട്ടുന്നത്. അതേപോലെ അയൺ ആണെങ്കിൽ എന്താണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് തുടങ്ങിയ ഓറിൽ നിന്നാണ് നമുക്ക് അയൺ ലഭിക്കുന്നത് അല്ലേ? അപ്പോ ഇതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മെറ്റൽസ് പല ഓറിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്ത് റിഫൈൻ ചെയ്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ മെറ്റലായി ലഭിക്കുന്ന ആ കംപ്ലീറ്റ് എൻ്റയർ പ്രോസസ്സിനെ കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഓരോ മെറ്റൽസിന്റെ ഡിഫറെന്റ് ഓർസിനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കാം. അതിനുശേഷം ഈ ഓറിന്റെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് 4 പഠിക്കാനുണ്ട്. അത് പഠിക്കുന്നു. പിന്നെ അതിൽ നിന്ന് ഈ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്ത ഓറിൽ നിന്ന് നമ്മൾ മെറ്റൽസിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ഐസൊലേഷൻ ആണ് അടുത്ത് നമ്മൾ കവർ ചെയ്യുക. പിന്നെ ഈ ഐസൊലേറ്റ് ചെയ്ത ഓറും എന്താണ് അതിൽ പിന്നെയും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതിനെ കംപ്ലീറ്റ് അതിൽ നിന്ന് കംപ്ലീറ്റ് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നെ റിഫൈനിങ് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഓരോ മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ മെറ്റൽസിനും ഏതൊക്കെ മെത്തേഡാണ് സ്യൂട്ടബിൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കവർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്നിൻ്റെയും ഓർസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. അലുമിനിയത്തിന്റെ ഓറുകൾ ഏതൊക്കെയാണ്? അലുമിനിയത്തിൻ്റെതാണ് മെയിനായിട്ട് ഉള്ളതാണ് ഏത്? ബോക്സൈറ്റ്, പിന്നെ ക്രയോലൈറ്റ്, കൊറണ്ടം, ഡയസ്പോറം അല്ലേ? അപ്പൊ ഇതിൽ ജസ്റ്റ് നമുക്ക് മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെങ്കിൽ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബോക്സൈറ്റ്. അതിന്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, Al2O3 2H2O. അപ്പോൾ ഓർസുകൾ എന്താണ്? അത് എല്ലായ്പ്പോഴും പല ഫോർമാറ്റിൽ കാണപ്പെടാറുണ്ട്. അതായത് ഓക്സൈഡ് ഓറായിട്ട് വരാറുണ്ട്, അതുപോലെ ഫ്ലൂറൈഡ് ഓറ്, അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ആയിട്ടോ, അല്ലെങ്കിൽ കാർബണേറ്റ് ഓറായിട്ടോ, അല്ലെങ്കിൽ സൾഫൈഡ് ഓറായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മുടെ അലുമിനിയം ബോക്സൈറ്റ് എന്താണ്? അത് ഒരു അലുമിനിയത്തിന്റെ ഓക്സൈഡ് ഓറാണ്. ഇനി ക്രയോലൈറ്റ് ആണെങ്കിൽ അതെന്താണ്? ഒരു ഫ്ലൂറൈഡ് ഓറായിട്ട് കൺസിഡർ ചെയ്യാം. ഡയസ്പോർ ആണെങ്കിൽ എന്താ? അത് അലുമിനിയത്തിന്റെ ഒരു ഹൈഡ്രോക്സൈഡ് ഓറാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്തത് അയണിന്റെ ഏതൊക്കെയാണ് ഓറുകൾ? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓറുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹേമറ്റൈറ്റ് Fe2O3 ആണ് ഹേമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അതിന്റെ ഫോർമുല Fe3O4 ആണ്. രണ്ടും ഓക്സൈഡ് ഓറുകളാണ്. അടുത്തത് ഏതാ? പിന്നെ ഒന്നുള്ളതാണ് ലിമോണൈറ്റ്, പിന്നെ സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്. അയൺ പൈറൈറ്റിന്റെ ഫോർമുല FeS2. അപ്പോൾ അയണിന്റെ സൾഫൈഡ് ഓറാണ് അയൺ പൈറൈറ്റ് അല്ലെങ്കിൽ FeS2. പിന്നെ അയണിന്റെ കാർബണേറ്റ് ഓർ ഏതാ? അതാണ് FeCO3 സിഡറൈറ്റ്. അടുത്തത് കോപ്പർ. കോപ്പറിന്റെ ഡിഫറെന്റ് ഓറുകളാണ് ചാൾക്കോ പൈറൈറ്റ്. ഫോർമുല നോക്കൂ, CuFeS2. അപ്പോൾ ചാൾക്കോ പൈറൈറ്റ് എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ഓറാണ്. കോപ്പറിന്റെ സൾഫൈഡ് ഓറാണ് ചാൾക്കോ പൈറൈറ്റ്. പിന്നെ കുപ്രൈറ്റ് ഉണ്ട്, അത് Cu2O ആണ് അതിന്റെ ഫോർമുല. പിന്നെ മാലക്കേറ്റ്, ഇത് എക്സാം ചോദിച്ചിരുന്നു. മാലക്കേറ്റ് എന്താണ്? ഒരു കാർബണേറ്റ് ഓറാണ്. ഫോർമുല നോക്കൂ, CuCO3.Cu OH2. പിന്നെ അസുറൈറ്റ്, ബോണൈറ്റ് തുടങ്ങിയ ഓറുകളുണ്ട്. മെയിനായിട്ട് എക്സാം ചോദിച്ചിട്ടുള്ളത് മാലക്കേറ്റ്, അതുപോലെ കുപ്രൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്. അടുത്തത് സിങ്കിന്റെ ഡിഫറെന്റ് ഓറുകളാണ്. സിങ്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഒന്ന് സിങ്ക് ബ്ലെൻഡ്, അതുപോലെ കലാമിൻ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സിങ്കിന്റെ ഓറുകൾ. ബാക്കി കൂടെ നോക്കാം. സിംഗിൾ ബ്ലെൻഡ് പറഞ്ഞാൽ സൾഫൈഡ് ഓറാണ് ZnS. അപ്പൊ ഇതിലൊക്കെ എന്താ വെച്ചാൽ ഈ ഓറുകളുടെ ഫോർമുല കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മേ ബി എക്സാമിന് അതിന്റെ ഫോർമുല ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ, അതായത് സൾഫൈഡ് ഓറാണോ കാർബണേറ്റ് ഓറാണോ, അങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഓറ് എന്നുള്ള ഭാഗം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ സിങ്കിന്റെ സൾഫൈഡ് ഓറാണ് സിങ്ക് ബ്ലെൻഡ്, അല്ലെങ്കിൽ സ്പാളറൈറ്റ് എന്ന് പറയും. അതാണ് ZnS. പിന്നെ കലാമിന്റെ ഫോർമുല എന്താ? ZnCO3 ആണ്, കാർബണേറ്റ് ഓറാണ്. പിന്നെ സിങ്കൈറ്റ് എന്ന് പറഞ്ഞാൽ ZnO ആണ്, ഓക്സൈഡ് ഓറാണ്. ദെൻ സ്മിത്സോണൈറ്റ്. ഓക്കെ,
അപ്പൊ ഇതില് സിംഗിൾ ബ്ലെൻഡും കലാമിനും എന്തായാലും ഓർത്ത് വെക്കുക. അടുത്ത നോക്കൂ, ലെഡിന്റെ ഓറുകളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഗലീനയാണ്. PbS ലെഡിന്റെ സൾഫൈഡ് ഓറാണ് ഇത് ഗലീന. നിങ്ങൾ എന്താ വെച്ചാൽ ഈ സൾഫൈഡ് ഓറ് അല്ലെങ്കിൽ കാർബണേറ്റ് ഓർ ഇതൊക്കെ എന്താ നമുക്ക് ഇനി വരുന്ന ഒരു മെത്തേഡുകളിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് പേര് മാത്രമല്ല അതിന്റെ ഫോർമുല അറിഞ്ഞു വെക്കുക, അതിന്റെ നേച്ചർ അറിഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഏത് മെത്തേഡാണ് നമുക്ക് റിഫൈനിങ്ങിന് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓറിന് ഏതാണ് യൂസ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അതിന്റെ നേച്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ഗലീന ഏതിന്റെ ഓറാണ്? ലെഡിന്റെ ഓറാണ് എന്ത് ഗലീന PbS. പിന്നെ ആംഗിൾസൈറ്റ് ഉണ്ട്, PbSO4 സൾഫേറ്റ് ഓറാണ്. പിന്നെ സെറുസൈറ്റ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്തായാലും ഗലീന മറക്കരുത്. അടുത്തത് നിക്കലിന്റെ ഓറ്. നിക്കലിന്റെ ഓറുകളാണ് ഒന്ന് പെൻലാൻഡൈറ്റ്, അത് എന്താണ് സൾഫൈഡ് ഓറാണ്. പിന്നെ ഗാർണിയറൈറ്റ്, അത് സിലിക്കേറ്റ് ഓറാണ് നിക്കലിന്റെ. പിന്നെ നിക്കൽ ഗ്ലാൻസ് NiAs2 ആർസനൈഡ് ഓറാണ്. അപ്പൊ നിക്കലിന്റെ ഈ ഫസ്റ്റത്തെ എന്തായാലും ഓർത്ത് വെക്കുക, പെൻലാൻഡൈറ്റ്, അതെന്താണ് നിക്കലിന്റെ സൾഫൈഡ് ഓറാണ്. അടുത്തത് ടിന്നിന്റെ ഓറാണ് ഏത്? കാസിറ്ററൈറ്റ്. ടിന്നിന്റെ ഓറാണ് SN. ഓക്കെ, SNന്റെ ഓറാണ് കാസിറ്ററൈറ്റ്. ഫോർമുല നോക്കുക SnO2. അപ്പോ നിങ്ങൾക്ക് സിമ്പിളായി പറയാം, SnO2 പറഞ്ഞാൽ എന്തായാലും കാസിറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ ടിന്നിന്റെ ഓക്സൈഡ് ഓറാണ്. പിന്നെ ഒന്നുള്ളതാണ് ഏത്? സ്റ്റാനൈറ്റ്, അത് സൾഫൈഡ് ഓറാണ്. ഓക്കെ, Cu2FeSnS4 സൾഫൈഡ് ഓറാണ് സ്റ്റാനൈറ്റ്. അത് നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ SN, അതിൽ നിന്ന് ആ സ്റ്റാനൈറ്റ് എന്തായാലും കിട്ടും. അടുത്ത എക്സാം ചോദിച്ചിട്ടുണ്ട് കാസിറ്ററൈറ്റ്. ഓക്കെ, പിന്നെ സിൽവറിന്റെ ഓറുകളാണ് ഏതൊക്കെ? ഒന്ന് ആർജന്റൈറ്റ്, അതാണ് Ag2S സൾഫൈഡ് ഓറ്. ഓക്കെ, അർജന്റൈറ്റ്, Ag എന്ന് പറഞ്ഞാൽ തന്നെ സിൽവർ അറിയാലോ, Ag സിൽവർ. സോ അർജന്റൈറ്റ് ആണെന്ത് ഒരു ഓറ്. രണ്ടാമത്തത് ഹോൺ സിൽവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ AgCl ആണ് അടുത്തൊരു ഓറ്. അല്ലെങ്കിൽ എന്താ ഹാലൈഡ് ഓറിന് എക്സാമ്പിൾ ആണ് AgCl. അടുത്തത് മാഗ്നീഷ്യത്തിന്റെ ഓറ് നോക്കൂ. മാഗ്നീഷ്യത്തിന്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓറുകളാണ് മാഗ്നസൈറ്റ്, അതുപോലെ ഡോളമൈറ്റ് ഒക്കെ. എന്തായാലും മാഗ്നസൈറ്റിന്റെ നോക്കൂ, MgCO3 അല്ലെങ്കിൽ മാഗ്നീഷ്യത്തിന്റെ കാർബണേറ്റ് ഓറാണ് മാഗ്നസൈറ്റ്. അതുപോലെ ഡോളമൈറ്റ് എന്താ? ഡോളമൈറ്റ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ഓറാണ്. മാഗ്നീഷ്യത്തിന്റെ കാർബണേറ്റ് ഓറാണ് ഡോളമൈറ്റ്. അപ്പൊ CaCO3 MgCO3 ആണ് എന്ത്? ഡോളമൈറ്റ്. പിന്നെ കാർണലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാലൈഡ് ഓറാണ്. സോ KCl MgCl2.6H2O. ഇനി അടുത്തത് കുറച്ച് കോമൺ ആയിട്ടുള്ള ആളുകളുടെ കൂടെ നോക്കാം. ടൈറ്റാനിയത്തിന്റെ ഓറാണ് ഏത്? റൂട്ടൈൽ, അതാണ് TiO2, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഓക്കെ, ഓക്സൈഡ് ഓറാണ് റൂട്ടൈൽ. അതുപോലെ ഇൽമനൈറ്റ്, എക്സാം ചോദിച്ചതാണ്. ഇൽമനൈറ്റ് എന്തിന്റെ ഓറാണ്? ടൈറ്റാനിയത്തിന്റെ ഓറാണ്. സോ FeTiO3. അടുത്തത് ക്രോമിയത്തിന്റെ ഓർ ഏതാ? ക്രോമൈറ്റ്, അത് നിങ്ങൾക്ക് ആ പേരിൽ തന്നെ കിട്ടും. ദെൻ മാംഗനീസിന്റെ ഓറ് പൈറോൾസൈറ്റ്. ഓക്കെ, മാംഗനീസിന്റെ ഓറാണ് MnO2ന്റെ ഓറാണ് പൈറോൾസൈറ്റ്. MnO2 പൈറോൾസൈറ്റ്, അത് ഒരു ഓക്സൈഡ് ഓറാണ്. പിന്നെ മെർക്കുറി, Hgയുടെ ഓർ ഏതാ? HgS, അത് നിങ്ങൾക്കറിയാം. മെർക്കുറിയുടെ സൾഫൈഡ് ഓറാണ് ഏത്? HgS അല്ലെങ്കിൽ സിന്നബാർ. ഓർത്ത് വെക്കുക, മെർക്കുറിയുടെ ഓറാണ് സിന്നബാർ. ദെൻ മാംഗനീസിന്റെ ഓറാണ് പൈറോൾസൈറ്റ്. ക്രോമിയത്തിന്റെ ഓറാണ് ക്രോമൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെതാണ് റൂട്ടൈലും ഇൽമനൈറ്റും. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അതൊക്കെ എന്തിന്റെ ഓറ? അയണിന്റെ ഓറാണ്. പിന്നെ സ്റ്റാനൈറ്റ് എന്തിന്റെ ഓറാണ്? അത് ടിന്നിന്റെ ഓറാണ്. എന്തായാലും പഠിക്കുന്നത് അപ്പൊ തന്നെ ഓർമ്മിച്ച് പോവുക. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആളുകളാണ്. ഇനി നമ്മള് അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞത് ഓരോ മെറ്റൽസിന്റെ ഓറുകളെ കുറിച്ചായിരുന്നു. ഇനി ഈ ഓറിൽ നിന്ന് പ്യുവർ ഫോമിൽ നമുക്ക് എന്തായാലും ഓറ് ഭൂമിയിൽ നിന്ന് കിട്ടില്ലല്ലോ. അപ്പൊ ഈ ഓറിൽ നിന്ന് എന്താ പറയാ, ഈ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സിനെ ആണെന്ത് കോൺസെൻട്രേഷൻ ഓർസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 4 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഹൈഡ്രോളിക് വാഷിംഗ്, 2 മാഗ്നറ്റിക് സെപ്പറേഷൻ, 3 ഫ്ലോട്ടേഷൻ, 4
ലീച്ചിങ്. അപ്പൊ ഏതൊക്കെയാണ്? ഹൈഡ്രോളിക് വാഷിംഗ്, ദെൻ മാഗ്നറ്റിക് സെപ്പറേഷൻ, മൂന്നാമത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, നാലാമത്തത് ലീച്ചിങ്. അപ്പൊ ഇത് നമ്മുടെ ഈ ഓറിന്റെയും അതുപോലെ അതിലടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിന്റെയും ഡിഫറെന്റ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഹൈഡ്രോളിക് വാഷിംഗിൽ എന്താ യൂസ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് ആ വാക്കിൽ തന്നെ കിട്ടും. ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണ്? ഇപ്പോ നിങ്ങളിപ്പോ എന്താ പറയാ, ഒരു ഓർ എടുത്തു, ആ ഓറും അതിലെ ഇമ്പ്യൂരിറ്റീസും അതിലടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇതില് അതിന്റെ എന്താ പറയുക, നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇവരുടെ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മുടെ ഓറിന്റെ ഡെൻസിറ്റി കൂടുതലും ഇമ്പ്യൂരിറ്റീസിന്റെ ഡെൻസിറ്റി എന്താണ്, കുറവും ആണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വാഷ് ചെയ്യുന്ന സമയത്ത് ഓറ് ഇവിടെ അടിയിൽ ഡിപ്പോസിറ്റ് ആയി കിടക്കും. ഓക്കെ. അതേസമയം ഡെൻസിറ്റി കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? അത് വെള്ളത്തിന്റെ കൂടെ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാനും പറ്റും, അല്ലേ? അപ്പൊ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഏത്? നമ്മുടെ ടിന്നിൻ്റെതും ഗോൾഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഗോൾഡിന്റെ ഒക്കെ സെപ്പറേഷന് അല്ലെങ്കിൽ അതിനൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. മനസ്സിലായോ? അപ്പൊ ടിന്നാവട്ടെ ഗോൾഡ് ആവട്ടെ, ഇതിന്റെയൊക്കെ കോൺസെൻട്രേഷൻ ഓഫ് ഓറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മെത്തേഡാണ്? ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. റീസൺ എന്താ? ഇവിടെ ടിന്നാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും അതിന് ഡെൻസിറ്റി കൂടുതലാണ്. അതേസമയം അതിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ഇമ്പ്യൂരിറ്റീസിന്റെ ഡെൻസിറ്റി എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് തന്നെ അത് വെള്ളത്തിന്റെ കൂടെ എന്ത് ചെയ്യും? അത് വാഷ് ഔട്ട് ചെയ്ത് കളയാനും പറ്റും. ഇനി അടുത്തതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ആ വാക്കിൽ തന്നെ ഉണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നമ്മുടെ ഓറോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരാൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതായിരിക്കണം. ഇവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഉള്ള ഓർ ഇതിലൂടെ പാസ് ചെയ്യണ സമയമെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസ് ഒക്കെ തന്നെ ഓറ് ഇതിനോട് അങ്ങനെ അട്രാക്ട് ചെയ്ത് എന്ത്? ഓറ് ഇവിടെ തൊട്ടടുത്തുള്ള ഇതിലേക്കായിരിക്കും ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മാഗ്നറ്റിക് നേച്ചർ അനുസരിച്ച് ഇമ്പ്യൂരിറ്റിയും അതുപോലെ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓറ് മാഗ്നറ്റിക് ആണ് നിർബന്ധമില്ല. ആദ്യം എന്താ പറയാ, ഒന്നെങ്കിൽ ഓറാവാം അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി എന്താവണം? മാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്ന ഒരാളാവണം. രണ്ടും ഒരേപോലെ ആവാൻ പാടില്ല. ഏതെങ്കിലും ഒരാള് മാഗ്നറ്റിക് നേച്ചർ ആണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡിലൂടെ സിമ്പിൾ ആയിട്ട് ഓർസിന് എന്ത് ചെയ്യാൻ പറ്റും? പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ ആണ് ഏത്? അയണിന്റെ ഓറിന്റെ സെപ്പറേഷൻ. അതായത് ഹാമറ്റ് അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്ത മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പൊ ഇവിടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നടക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട് ഇതിന്റെ ഈ ഓറിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? വെറ്റബിലിറ്റി ആണ് നോക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓറ് ഫ്രോത്ത് ഫ്ലോട്ടേഷനിലെ ഓർ എന്തായിരിക്കുക? അത് നോൺ വെറ്റബിൾ ആയിരിക്കണം. അതേസമയം നമ്മുടെ ഇമ്പ്യൂരിറ്റിന്റെ നേച്ചർ എന്താവുക? ഇമ്പ്യൂരിറ്റി വെറ്റബിളും ആണെങ്കിൽ നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നടത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടെ താഴത്ത് ആര് ഡിപ്പോസിറ്റ് ആര് കിടക്കും? ഇവിടെ ഇമ്പ്യൂരിറ്റീസ് താഴത്ത് അല്ലെങ്കിൽ എന്താ വാട്ടർ അല്ലെങ്കിൽ വെള്ളവുമായിട്ട് എന്ത് ചെയ്യും? അത് സൊല്യൂബിൾ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ വെറ്റബിൾ ആണല്ലോ. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് ഇവിടെ താഴത്ത് എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് കിടക്കും. അതേസമയം മുകളിൽ ഒരു ഫ്രോത്ത് ആയിട്ട് അല്ലെങ്കിൽ എന്താ പത പോലെ ആര് കിടക്കും? ഇവിടെ നമ്മുടെ ഓറ് ഡിപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡിലൂടെ ഈ നോൺ വെറ്റബിൾ ആയിട്ടുള്ള ഈ ഓറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ പത എടുത്തിട്ട് അതിനൊന്ന് ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത ഓറ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നുള്ളത് അവിടെ വെറ്റബിൾ ആണോ അല്ലെങ്കിൽ ഓറ് വെറ്റബിളും ഇമ്പ്യൂരിറ്റി ഓറ് നോൺ വെറ്റബിളും ഇമ്പ്യൂരിറ്റി വെറ്റബിളും ആണെങ്കിൽ ആണ് എന്ത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഓറിനാണ്? എക്സാമിന് ചോദിക്കാറുള്ളതാണ് സൾഫൈഡ് ഓർ. നേരത്തെ നമ്മൾ കുറെ ഓറുകൾ പറഞ്ഞല്ലോ, അതിൽ സൾഫൈഡ് ഓറുകളായ ഇപ്പൊ സിംഗിൾ ബ്ലെൻഡ്, അതുപോലെ ഗലീന, അതായത് ഇസഡൻഎസ്, PBS,
CuFeS2 തുടങ്ങിയ ഓറുകളൊക്കെ എന്താണ്? സൾഫൈഡ് ഓറുകളാണ്. അപ്പോൾ ആ സൾഫൈഡ് ഓറുകളെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അടുത്തത് ലീച്ചിങ്. ലീച്ചിങ് എന്താ നടക്കുന്നത്? ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഓറിന്റെ അല്ലെങ്കിൽ ഓർ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഇതിന്റെ ചില സോൾവെന്റിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? ഈ ഓറ് അത് ഡിസോൾവ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ സൊലൂബിൾ ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ആ പ്രോപ്പർട്ടി അനുസരിച്ച് അല്ലെങ്കിൽ ഓറിന്റെ സൊലൂബിലിറ്റി അനുസരിച്ച് ആണെന്ത് ലീച്ചിങ്ങിൽ സെപ്പറേഷൻ നടക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അലുമിനിയത്തിന്റെ കേസ്, അലുമിനിയത്തിന്റെ ഓറാണല്ലോ ഏത്? ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റ് അത് NaOH സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലീച്ചിങ് നടത്താറുള്ളത്. അവിടെ NaOHൽ ആര് ഡിസോൾവ് ചെയ്യും അല്ലെങ്കിൽ ആ സൊല്യൂബിൾ ആണ്? അലുമിനിയം സൊല്യൂബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് ആ ഇതിൽ നിന്ന് സൊല്യൂബിലിറ്റി നേച്ചർ വെച്ചിട്ട് അലുമിനിയത്തിന്റെ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ NaOH സൊല്യൂഷനിൽ എന്താ അതിലെ TiO2 പോലത്തെ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യില്ല? അതിൽ ഡിസോൾവ് ചെയ്യില്ല. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ലീച്ചിങ് മെയിനായിട്ട് നടക്കുന്നപ്പോ നമ്മുടെ ഒന്ന് എന്താണ്? അലുമിനിയത്തിന്റെ, അതായത് ബേസ് പ്രോസസ്സ്. പിന്നെ ഒന്ന് ഏതാണ്? നമ്മളെ Ag അല്ലെങ്കിൽ സിൽവറോ അതേപോലെ ഗോൾഡ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സയനൈഡ് പ്രോസസ്സിലൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് നടക്കുന്നത് തന്നെയാണ്, ലീച്ചിങ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, അലുമിനിയത്തിന്റെ ഓറ് അതുപോലെ സിൽവർ, ഗോൾഡ് ഇതിന്റെയൊക്കെ ഓറിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡാണ് ഏത്? ലീച്ചിങ്. ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? സൊലൂബിലിറ്റി ഇൻ സെലക്റ്റീവ് സോൾവെന്റ്. അതായത് ഈ അലുമിനിയം ആണെങ്കിൽ അലുമിനിയത്തിന്റെ ഓറ് അത് ആ ഒരു പെർട്ടിക്കുലർ സോൾവെന്റിൽ മാത്രമേ ലയിക്കുള്ളൂ. ബാക്കി ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യില്ല? അതിൽ സൊല്യൂബിൾ ആവില്ല. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് അലുമിനിയത്തിന്റെ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇനി ഗോൾഡ് ആവട്ടെ സിൽവർ ആവട്ടെ അത് നമ്മൾ എന്ത് സയനൈഡ് പ്രോസസ്സിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും മെത്തേഡുകൾ, 4 മെത്തേഡുകൾ ഉണ്ട്. ഈ 4ഉം അറിഞ്ഞു വെക്കുക. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി അടുത്തത് ഇപ്പൊ നമ്മള് നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തു. അതായത് ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തു. ഇനി അടുത്ത മെത്തേഡ് എന്താ ചോദിച്ചാല് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഓറിൽ നിന്ന് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ ഓറായിട്ടുള്ളൂ. ഈ ഓറിൽ നിന്ന് ഇപ്പൊ ബോക്സൈറ്റ് ആണെങ്കിൽ ബോക്സൈറ്റ് നമുക്ക് കിട്ടി. ഇനി പ്യുവർ ബോക്സൈറ്റ് കിട്ടി. ഇനി അതിനുശേഷം എന്താണ്? ഈ ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങാര് മെത്തേഡാണ് ഇനി നോക്കുന്നത്. അതാണെന്ത്? ഐസൊലേഷൻ ഓഫ് മെറ്റൽസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, ഈ നമ്മളിപ്പോ ഈ കിട്ടിയ കോൺസെൻട്രേറ്റഡ് ഓറിനെ എന്ത് ചെയ്യണം? ഓക്സൈഡ് ആക്കി മാറ്റണം. അതായത് നമുക്ക് ഏത് ഓറാണെങ്കിലും അതിനെ നമ്മൾ എന്താക്കി മാറ്റുക? അതിനെ ഓക്സൈഡ് ആക്കി മാറ്റണം. എന്നിട്ട് ഈ ഓക്സൈഡിനെ എന്താക്കി മാറ്റണം? റിഡക്ഷൻ നടത്തണം. അപ്പൊ അങ്ങനെ റിഡക്ഷൻ നടത്തുന്ന സമയത്ത് മെറ്റല് വളരെ സിമ്പിൾ ആയിട്ട് ലഭിക്കും. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താ? ഈ കിട്ടുന്ന മെറ്റലും കംപ്ലീറ്റ്ലി പ്യൂർ ആണോ? അല്ല. അപ്പൊ അങ്ങനെ എന്ത്? അതിനെ ആ മെറ്റൽസിനെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി മെത്തേഡാണ് ഏത്? റിഫൈനിങ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ പറയുന്നത്. അപ്പൊ ഈ 3 മെത്തേഡുകളാണ് അടുത്തത് ഐസൊലേഷൻ ഓഫ് മെറ്റലിൽ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ഓർ എടുത്തു. ഈ ഓറിലെ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗ്യാങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അപ്പൊ അങ്ങനെ ആ 4 മെത്തേഡിലൂടെ റിമൂവ് ചെയ്തു. ഇനി ആ റിമൂവ് ചെയ്ത അല്ലെങ്കിൽ എന്ത് ആ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഓറിൽ നിന്ന് നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യണം. അതിന്റെ മെത്തേഡാണ് ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിനെ ആദ്യം ഓക്സൈഡ് ആക്കി മാറ്റുക, പിന്നെ അതിനെ റെഡ്യൂസ് ചെയ്യണം. മൂന്നാമത്തെ മെത്തേഡാണ് റിഫൈനിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള മെറ്റൽ കിട്ടും. അപ്പോ ഒന്നാമത്തെ കേസാണ് നോക്കുന്നത്, കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ടു ഓക്സൈഡ്. അപ്പോൾ ഈ ഓറിനെ എങ്ങനെ നമുക്ക് ഓക്സൈഡായി കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് കാൽസിനേഷനും രണ്ടാമത് റോസ്റ്റിങ്ങും. അപ്പൊ 2 മെത്തേഡും മാറിപ്പോകരുത്. ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത്. കാൽസിനേഷനിൽ നടക്കുന്ന എന്താണ്? ഇവിടെ നടക്കുന്നത് ഹീറ്റിംഗ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ, അല്ലെങ്കിൽ എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുക. ഓക്കെ, എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണെന്ത്? കാൽസിനേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇറ്റ് റിമൂവ്സ് മോയ്സ്ചർ ആൻഡ് വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ദെൻ കൺവേർട്സ് കാർബണേറ്റ് ഹൈഡ്രോക്സൈഡ് ഇൻടു ഓക്സൈഡ്സ്. അതായത് മെയിൻ ആയിട്ട് കാർബണേറ്റ് ഓറുകൾ അതുപോലെ ഹൈഡ്രോക്സൈഡ് ഓറുകൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താക്കി മാറ്റാൻ പറ്റും?
അതിനെ ഓക്സൈഡുകളാക്കി മാറ്റാൻ പറ്റും. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട്? കാൽസിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. മനസ്സിലായല്ലോ? അപ്പൊ കാൽസിനേഷൻ നടക്കുന്ന എന്താണ്? ഹീറ്റിംഗ് ദ ഓർ ഇൻ ആബ്സെൻസ് ഓർ ലിമിറ്റഡ് എയർ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എയറിലോ അല്ലെങ്കിൽ എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ Fe2O3 ഒക്കെ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് ഹീറ്റ് ചെയ്ത് ഓക്സിജന്റെ അഭാവത്തിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഓക്സൈഡ് നമുക്ക് ലഭിക്കും. ഇനി അടുത്ത് നോക്കൂ, റോസ്റ്റിംഗ്. സെക്കൻഡ് മെത്തേഡ് ആണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താണ്? ഹീറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇൻ എക്സസ് എയർ. എയറിന്റെ പ്രസൻസ് പറഞ്ഞാൽ എന്താ? ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹീറ്റിംഗ് ഇൻ എക്സസ് എയർ അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് എയർ, അതിനെയാണ് എന്ത് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഇവിടെ റോസ്റ്റിംഗ് മെയിൻ ആയിട്ട് നടത്തുന്ന ഏത് ഓറുകളാണ്? സൾഫൈഡ് ഓറുകളെ നമ്മൾ എന്താക്കി മാറ്റുന്നത്? ഓക്സൈഡുകളാക്കി മാറ്റുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ZnS + 3O2 gives ZnO. ഓക്കെ, അപ്പം ഇവിടെ ആ റിയാക്ഷൻ നിങ്ങൾക്ക് ഇതിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്ന റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത്ര ബോധേഡ് ആവണ്ട, നോക്കിയാൽ നല്ലത്. എന്തായാലും ഇതിലെ ആ ഒരു ഓരോ മെത്തേഡുകൾ അല്ലെങ്കിൽ ഓരോ ഓറുകൾക്ക് വേണ്ട ഡിഫറെന്റ് മെത്തേഡ്സ് എന്തായാലും അറിഞ്ഞു വെക്കാം. ബാക്കി ഒരു ഐഡിയ ഉണ്ടായാൽ മതിയാവും. അപ്പൊ റോസ്റ്റിംഗ് നടത്തുന്നത് സൾഫൈഡ് ഓറുകളെ ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടിയാണ് റോസ്റ്റിംഗ് നടത്തുന്നത്. അതേപോലെ കാൽസിനേഷൻ ആണെങ്കിൽ കാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ഓറുകളെ എന്താ പറയാ ഓക്സൈഡാക്കി മാറ്റാനാണ് കാൽസിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓക്കെ അല്ലേ? കാൽസിനേഷനും റോസ്റ്റിങ്ങും ഇതെന്തായാലും മാറിപ്പോവരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോ നമ്മുടെ ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡുകളാക്കി മാറ്റി. ഇനി അടുത്ത എന്താണ്? ഈ ഓക്സൈഡുകളെ ഇനി എന്ത് ചെയ്യണം? അതിനെ റെഡ്യൂസ് ചെയ്യണം, റിഡക്ഷൻ നടത്തണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മെറ്റൽ കിട്ടുള്ളൂ. അപ്പൊ അതാണ് അടുത്തത് പറയുന്നത്. പല മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ എന്താണ്? റിഡക്ഷൻ വിത്ത് കാർബൺ. ഓക്കെ, അല്ലെങ്കിൽ ഹീറ്റിങ്ങും അതുപോലെ എന്താ പറയാ നടത്തി, അല്ലെങ്കിൽ കാർബണോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഒക്കെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ റിഡക്ഷൻ നടത്തുന്നത്. ഏതൊക്കെയാ നോക്കൂ. ഇവിടെ മെയിൻ ആയിട്ട് റിഡക്ഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ കാർബണുമായിട്ട് അല്ലെങ്കിൽ സ്മെൽറ്റിംഗ് നടത്തുന്ന ഏതുമായിട്ടൊക്കെയാണ്? ഇവിടെ അയണ്, ടിന്ന്, ദെൻ ലെഡ്, സിങ്ക്. അതായത് വളരെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണല്ലോ ഇവയൊക്കെ. അപ്പം ഇവയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റിഡക്ഷൻ നടത്താൻ വേണ്ടിയാണ് നമ്മൾ കാർബണോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡോ ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം അയണിന്റെ എക്സ്ട്രാക്ഷനിൽ ബ്ലാസ്റ്റ് ഫർണസിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ബ്ലാസ്റ്റ് ഫർണസിലും നടക്കുന്ന എന്താണ്? ഈ Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ലാസ്റ്റ് നമുക്ക് അയണ് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ? അതേപോലെ ഇപ്പൊ സിങ്ക് ഓക്സൈഡും കാർബണുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കിട്ടും? സിങ്ക് ലഭിക്കും. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്, റിഡക്ഷൻ വിത്ത് കാർബൺ. അപ്പൊ ഇവിടെ പ്രത്യേകം നോക്കുക, ഇവിടെ എന്താണ്? നല്ല ഹീറ്റിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. അടുത്തൊരു മെത്തേഡ് ആണ് ഇത് റിഡക്ഷൻ ബൈ അലുമിനിയം. അലുമിനിയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡക്ഷൻ നടത്താൻ പറ്റും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഏതൊക്കെ? അതായത് ക്രോമിയം, മാംഗനീസ്, ഇവയൊക്കെ എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അലുമിനിയം വെച്ച് റിഡക്ഷൻ നടത്താൻ പറ്റും. അതുപോലെ അയണും പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം Cr2O3 + 2Al, അതിൽ നമുക്ക് എന്ത് കിട്ടും? ഈ Cr2O3നെ അലുമിനിയമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിയം ലഭിക്കും. അപ്പൊ ഇതാണ് വേറെ മെത്തേഡ്. ജസ്റ്റ് പേര് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത റിഡക്ഷൻ ഏത് വെച്ചാൽ നമുക്ക് സോഡിയോ, മാഗ്നീഷ്യം അല്ലെങ്കിൽ കാൽഷ്യം വെച്ചിട്ട് റിഡക്ഷൻ നടത്താൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് കാർബണുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഏതായിരുന്നു? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ സോഡിയം, മാഗ്നീഷ്യം, കാൽഷ്യം യൂസ് ചെയ്യുന്ന ഏത് സമയത്താണ്? അതായത് ഹൈലി റിയാക്റ്റീവ് ആയ മെറ്റൽസ് ആയ ടൈറ്റാനിയം, സിർക്കോണിയം, യുറേനിയം പോലത്തെ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് സോഡിയം, മാഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടൈറ്റാനിയത്തിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടൈറ്റാനിയം TiCl4 നമ്മൾ എന്ത് ചെയ്യും? മാഗ്നീഷ്യമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ടൈറ്റാനിയം മെറ്റൽ ലഭിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ക്രോൾ പ്രോസസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ TiCl4 + 2Mg gives Ti + 2MgCl2. അടുത്തൊരു മെത്തേഡാണ് ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ. ഇവിടെ നടക്കുന്നത് ഇലക്ട്രോലിറ്റിക് റിഡക്ഷനിൽ മെയിൻ ആയിട്ട് ഏത് മെറ്റൽസിനെയാണ് ഇവിടെ എക്സ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത് ഒന്ന് സോഡിയം, മാഗ്നീഷ്യം,
അലുമിനിയം പോയിട്ടില്ല. ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസിലാണ് എന്ത് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ പഠിക്കും. അപ്പോൾ ആ കേസിൽ അവിടെ വരുന്ന റിയാക്ഷൻ ആണ് ഇത് ഹാൾ ഹെറോൾഡ് പ്രോസസ്. ഇതിന് ഇലക്ട്രോളിറ്റിക് റിഡക്ഷന് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ എന്തായാലും പിന്നെ ഇവിടെ അറിയാലോ ഇലക്ട്രോളിസ് ഓഫ് Al2O3 പ്ലസ് ക്രയോലൈറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്ത് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? കാഥോഡിലാണെങ്കിൽ Al3 പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് നമുക്ക് എന്ത് കിട്ടും? അലുമിനിയം ലഭിക്കും. ആനോഡിലാണെങ്കിൽ അവിടെ C+O2 മൈനസ് CO2. അപ്പൊ ജസ്റ്റ് അതെന്തായാലും നമ്മൾ അവിടെ അലുമിനിയത്തിന്റെ പഠിക്കുമ്പോൾ അവിടെ എന്ത് ആ റിയാക്ഷൻ പറയാം. ജസ്റ്റ് ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടക്കുന്ന ഏതിലേക്കാണ് ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഒന്ന് സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം പോലുള്ള ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസിലാണ് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും റിഡക്ഷൻ നടത്തിയിട്ട് അങ്ങനത്തെ പല ആളുകളെ നമ്മൾ പല മെറ്റൽ ഓക്സൈഡുകളെയും നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ കാർബൺ വെച്ച്, അതുപോലെ അലുമിനിയം വെച്ച്, പിന്നെ സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം പോലത്തെ ആളുകൾ വെച്ച്, പിന്നെ എന്ത് ചെയ്തു? ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടത്തി. ഇങ്ങനെയൊക്കെ പല മെത്തേഡിലൂടെ നമുക്ക് എന്ത് കിട്ടി? മെറ്റൽസിനെ കിട്ടി. ഇപ്പൊ ഈ മെറ്റൽസ് എന്താണ്? ഒരു 90% പ്യുവർ ആയിരിക്കാം. പക്ഷെ നമുക്ക് എന്ത് മാക്സിമം നല്ല ഹൈലി പ്യുവർ ആയിട്ടുള്ള മെറ്റൽ കിട്ടണം. അതിനു വേണ്ടിയുള്ള മെത്തഡാണ് ഏത്? റിഫൈനിങ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. നമുക്ക് ലഭിച്ച ആ മെറ്റലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തഡാണ് റിഫൈനിങ് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഓരോന്ന് മെത്തഡുകൾ ഏതൊക്കെയാ? ഒന്ന് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്, രണ്ടാമത്തത് സോൺ റിഫൈനിങ്, മൂന്ന് വേപ്പർ ഫേസ് റിഫൈനിങ്, നാലാമത്തത് ലിക്വേഷൻ, 5 ഡിസ്റ്റിലേഷൻ, പിന്നെ ആറാമത്തത് ക്രോമറ്റോഗ്രഫി ഉണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ളത് ഈ അഞ്ചെണ്ണാണ്. പിന്നെ ക്രോമറ്റോഗ്രഫിയും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഒന്നാമത്തെ നോക്കൂ, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. അത് ഏതിലേക്കാണ് നടത്തുന്നത്? അതായത് കോപ്പർ, പിന്നെ സിൽവർ, നിക്കല്, ഇതിൻ്റെയൊക്കെ റിഫൈനിങ്ങിന് വേണ്ടിയാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ നടക്കുന്നത് ആ ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റലിനെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള മെറ്റൽ ലഭിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ, ഇപ്പൊ കോപ്പറിനെ നമുക്ക് റിഫൈൻ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യും? നമുക്ക് ഇലക്ട്രോളിസിസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ആനോഡും ഒരു കാഥോഡും വേണമല്ലോ. ഇവിടെ നമ്മൾ എന്ത് ആനോഡായിട്ട് ഇമ്പ്യൂർ മെറ്റൽ യൂസ് ചെയ്യും. ദെൻ കാഥോഡായിട്ട് പ്യുവർ മെറ്റലാണ് യൂസ് ചെയ്യുക. പിന്നെ ഇലക്ട്രോളൈറ്റ് ഏതാണ്? അല്ലെങ്കിൽ കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, അതായത് ആ മെറ്റലിന്റെ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇലക്ട്രോലൈറ്റ് റിഫൈനിങ് നടക്കുന്നത് എന്താ? ഇവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് നമുക്ക് ആ മെറ്റലിനെ അല്ലെങ്കിൽ പ്യുവർ മെറ്റലിനെ ഈ ഇലക്ട്രോളിസിസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അവൻ എക്സാമ്പിൾ ആണ് കോപ്പർ, അതുപോലെ സിൽവർ, നിക്കലൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അടുത്തതാണ് സോൺ റിഫൈനിങ്. ചോദിച്ചാല് നമുക്ക് ഇമ്പ്യൂരിറ്റീസിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു എൻഡിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ സോൺ റിഫൈനിങ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് സിലിക്കൺ, ജർമ്മനി, ഗാലിയം തുടങ്ങിയ എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ത് അതിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് സോൺ റിഫൈനിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായാലും ഈ പേര് ഓർത്ത് വെക്കുക. അതായത് സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ എന്ത് സിലിക്കൺ, ജർമ്മേനിയം, ഗാലിയം തുടങ്ങിയ ഇതിന്റെയൊക്കെ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സോൺ റിഫൈനിങ്. അപ്പൊ ഇവിടെ ശരിക്ക് എന്താ ചോദിച്ചാല് ഇപ്പോ സിലിക്കൺ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പൊ സിലിക്കണിന്റെ റോഡ് വിചാരിക്കുക. അതിലെന്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് ഇതിനെ എന്ത് ചെയ്യാം? നമ്മൾ ലിക്വിഡ് ഫേസിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായാലും ലിക്വിഡ് ഫോമിലേക്ക് മാറുമല്ലോ. ഇപ്പൊ ഈ സിലിക്കണിന്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറി. ദെൻ അപ്പോ ഇതിലെ ഇമ്പ്യൂരിറ്റിന്റെ നേച്ചർ എന്താ ചോദിച്ചാൽ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് കൂടുതൽ സൊല്യൂബിൾ ആയിട്ട് നിൽക്കുക. അതായത് ഈ സോളിഡ് ഫേസിലേക്കാൾ കൂടുതൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ് എന്ത് ഇതിലെ ഇമ്പ്യൂരിറ്റി സൊല്യൂബിൾ ആയി നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ഈ സോൺ റിഫൈനിങ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ സിലിക്കൺ, ജർമ്മനിയൊക്കെ ആ ഒരു മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്ക്, ഞാനിപ്പോ ഇവിടെ ഈ ഒരു ഹീറ്റർ വെച്ചിട്ട് ഹീറ്റ് ചെയ്തു. ഈ ഒരു അറ്റത്ത് ഹീറ്റ് ചെയ്തപ്പോൾ ഇതെന്താ ഇവിടെ ലിക്വിഡ് ആയിട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നെന്ത് ഞാൻ പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു? പിന്നെ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് എന്ത് ഞാൻ ഈ ഭാഗത്ത്
ഹീറ്റ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തായി മാറും? ലിക്വിഡ് സ്റ്റേറ്റ് ആയി മാറും. അപ്പൊ ഈ ഭാഗത്തുണ്ടായിരുന്ന ഓൾറെഡി ലിക്വിഡ് ആയത് എന്തായി മാറും? അത് സോളിഡായി മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എങ്ങോട്ട് മാറും? ഇങ്ങോട്ട് നീങ്ങും, ഈ ലിക്വിഡ് ഫേസിലേക്ക് നീങ്ങും. അതേപോലെ പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുവരും തോറും നമുക്ക് ലാസ്റ്റ് എന്ത് ഏറ്റവും ഇവിടെ ഉണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മൂവ് ചെയ്ത് ഒരു അറ്റത്തോട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ലാസ്റ്റ് എന്ത്, ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ബാക്കി ഇത്രയും പോർഷൻ പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം അല്ലെങ്കിൽ ഗാലിയം നമുക്ക് ലഭിക്കും. അതാണ് സോൺ റിഫൈനിങ് വരുന്നത്. അതായത് സോൺ റിഫൈനിങ് മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ മെറ്റലിലെ ഇമ്പ്യൂരിറ്റി സോളിഡ് ഫേസിനേക്കാൾ ലിക്വിഡ് ഫേസിലാണ് കൂടുതൽ സൊല്യൂബിൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ഇങ്ങനെ ലിക്വിഡ് ഫേസിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോകും തോറും ഇതിലെ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? അതിങ്ങനെ ലയിച്ച് പോയി അങ്ങനെ അതിനെ അല്ലെങ്കിൽ എന്താ ഒരു പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സോൺ റിഫൈനിങ്. അടുത്ത് നോക്കൂ, വേപ്പർ ഫേസ് റിഫൈനിങ്. വേപ്പർ ഫേസ് റിഫൈനിങ് വരുന്നത് ഏതിലേക്കാണ്? ഒന്ന്, ടൈറ്റാനിയത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആ ടൈറ്റാനിയത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ത് വാൻ ആർക്കിൾ മെത്തേഡ്. അതാണെന്ത് വേപ്പർ ഫേസ് റിഫൈനിങ് എക്സാമ്പിൾ. അതേപോലെ നിക്കൽ ആണെങ്കിലും നമുക്ക് ഈ മെത്തേഡിലൂടെ പ്യൂരിഫൈ ചെയ്തെടുക്കാം. നിക്കലിന്റെ എക്സാമ്പിൾ ആണ് ഇത് മോണ്ട് പ്രോസസ്. അപ്പം ചോദിക്കാറുണ്ട്, ഒന്നെങ്കിൽ വേപ്പർ ഫേസ് റിഫൈനിങ് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ടൈറ്റാനിയം, നിക്കലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ നെയിമോട് ചോദിക്കാറുണ്ട്, മോൺസ് പ്രോസസ് ഏതിൽ നടക്കുന്നതാണ്? നിക്കലിലാണ്. വാനാർക്കൽ പ്രോസസ് ഏതിലാണ്? ടൈറ്റാനിയത്തിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? വേപ്പർ ഫേസ് റിഫൈനിങ്ങിൽ മെയിൻ ആയിട്ട് എന്താണ്? ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യും. എന്നിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആ മെറ്റൽ, പ്യുവർ മെറ്റലിനെ നമുക്ക് ലഭിക്കും. ആയിട്ട് വരുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് ലിക്വേഷന് നമ്മൾ നോക്കുന്നത്. അതായത് ഇപ്പോ ടിന്ന്, ലെഡ് തുടങ്ങിയ ആളുകളാണ് ലിക്വേഷന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഒരു ചെരിഞ്ഞൊരു പ്രതലെടുത്തു. ഇവിടെ എൻ്റെ ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റൽ വെച്ചു. ഈ മെറ്റലിനെ ഞാൻ ഹീറ്റ് ചെയ്യാണ്. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് മെൽറ്റ് ചെയ്യുമല്ലോ, മെൽറ്റ് ചെയ്യും. അപ്പോ നമ്മുടെ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇത് ഉരുകി താഴോട്ട് വരില്ലേ? താഴോട്ട് വരും. അപ്പൊ ഈ മെറ്റല് ഉരുകി താഴോട്ട് വരും. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് മെറ്റലിനെ അല്ലെങ്കിൽ പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ആ മെത്തേഡാണ് ലിക്വേഷൻ വരുന്നത്. ഇവിടെ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഡിഫറൻസ് ആണ് നോക്കുന്നത്. അതായത് ഇമ്പ്യൂരിറ്റീസിന്റെയും അതുപോലെ മെറ്റലിന്റെയും മെൽറ്റിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് ലിക്വേഷൻ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ടിന്നും ലെഡും. അടുത്ത മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷനിൽ നടക്കുന്ന എന്താ? ഇവിടെ വോൾട്ടൈലിറ്റി ഡിഫറൻസ് അല്ലെങ്കിൽ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഡിസ്റ്റിലേഷൻ മെത്തേഡ്. ഏതിലൊക്കെ വരുന്നത്? സിങ്ക്, മെർക്കുറി തുടങ്ങിയ ആളുകളൊക്കെ എന്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്. അതായത് ഹൈലി വോൾട്ടൈൽ ആണ്. സ്വാഭാവികമായിട്ടും സിങ്കും മെർക്കുറി ഒക്കെ നമ്മളിപ്പോ ഇപ്പോ ഇതിനെ ഞാൻ നല്ല രീതിയിൽ ബോയിൽ ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റിൽ ചെയ്ത് മെർക്കുറി അതുപോലെ സിങ്ക് ഒക്കെ സിമ്പിൾ ആയിട്ട് ഫിൽട്ടർ ചെയ്യാം. അതേപോലെ ഇമ്പ്യൂരിറ്റീസ് ഇവിടെ കടക്കുകയും ചെയ്യും. അപ്പോൾ വോൾട്ടൈലിറ്റി ഡിഫറൻസ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. അപ്പൊ സിങ്ക്, മെർക്കുറി ഒക്കെ ഡിസ്റ്റിലേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്താണ് ക്രോമറ്റോഗ്രഫി. ക്രോമറ്റോഗ്രഫി പിന്നെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് എന്തായാലും വരുന്ന പോർഷനിൽ പഠിക്കാനുള്ളതാണ് ക്രോമറ്റോഗ്രഫി. പല ടൈപ്പ് ക്രോമറ്റോഗ്രഫി ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് ഇതിന്റെ അബ്സോർപ്ഷൻ നേച്ചർ വെച്ചിട്ടാണ് ക്രോമറ്റോഗ്രഫിയിൽ വരുന്നത്. അതായത് നമ്മുടെ ആ മെറ്റലിന്റെ അബ്സോർപ്ഷൻ പവറും അതുപോലെ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ എന്റെ മെറ്റല്, ഇവിടെ ഇമ്പ്യൂരിറ്റി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇമ്പ്യൂരിറ്റി, ഇപ്പൊ ഇമ്പ്യൂരിറ്റി ഈ ഭാഗത്താണ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ഈ ഇമ്പ്യൂരിറ്റീസിനെ വളരെ സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇതിന്റെ അബ്സോർപ്ഷൻ കാപ്പബിലിറ്റി അനുസരിച്ചാണ് ക്രോമറ്റോഗ്രഫിയിൽ ഫിൽറ്ററിങ് നടക്കുന്നത്. എന്തായാലും ഈ ഇത്രയും മെത്തേഡുകളാണ് റിഫൈനിങ് മെത്തേഡുകളായിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കോപ്പർ, സിൽവർ, നിക്കല്. സോൺ റിഫൈനിങ് വരുന്നത് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം പോലത്തെ സെമി കണ്ടക്ടേഴ്സിന്റെ
ഫിൽട്രേഷന് വേണ്ടിയാണ്. ദെൻ വേപ്പർ ഫേസ് റിഫൈനിങ് വരുന്നത് ടൈറ്റാനിയം അല്ലെങ്കിൽ നിക്കൽ ഒക്കെ എന്ത് റിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് വേപ്പർ ഫേസ് റിഫൈനിങ് വരുന്നത്. ദെൻ ലിക്വേഷൻ മെത്തേഡോ മെൽറ്റിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചിട്ടാണ്, അതായത് ടിന്ന് ലെഡൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ലിക്വേഷൻ മെത്തേഡ്. ദെൻ സിങ്ക് മെർക്കുറി ഇവിടെ റിഫൈനിങ്ങിന് വേണ്ടിയാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അപ്പൊ ഇത്രയാണ് എന്ത് പൊതുവെ നമ്മൾ ഇത്രയും പറഞ്ഞ അല്ലെങ്കിൽ ഈ മെറ്റലർജിയിലെ ഡിഫറെന്റ് പ്രോസസ്സുകൾ. ആദ്യം പറഞ്ഞത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ ഐസൊലേഷൻ മെത്തേഡുകൾ 3 പറഞ്ഞു. അതില് ആദ്യം എന്ത് ചെയ്യണം, ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റണം. ദെൻ ഓക്സൈഡ് ആക്കി മാറ്റിയ ശേഷം അത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. അത് അതിന്റെ ഓറിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഒന്നെങ്കിൽ കാൽസിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോസ്റ്റിംഗ് യൂസ് ചെയ്യാം. പിന്നെ ഈ കിട്ടിയ ഓക്സൈഡുകളെ നമ്മൾ എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ റിഡക്ഷൻ നടത്തും. അപ്പൊ റിഡക്ഷൻ നടത്തുമ്പോൾ മെറ്റൽ അതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ലഭിക്കും. ഓക്കെ. പിന്നെ ഈ മെറ്റൽ എന്താണ്, ഈ റിഡക്ഷൻ നടത്തിയ മെറ്റലും അത് 100% പ്യുവർ ആയിരിക്കില്ല, അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ ഇമ്പ്യൂർ മെറ്റലിൽ നിന്ന് പ്യുവർ മെറ്റൽ ലഭിക്കുന്നതിന് വേണ്ടി എന്ത് നമുക്ക് മെയിൻ ആയിട്ട് 5 മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്, ദെൻ പിന്നെന്ത് വേപ്പർ ഫേസ് റിഫൈനിങ്, then ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ക്രോമറ്റോഗ്രഫി തുടങ്ങിയ മെത്തേഡുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മളെന്ത് ഓരോ കുറച്ച് കുറച്ച് മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ ആദ്യം അപ്പൊ നമ്മള് ഓരോ മെത്തഡുകൾ ആണ് നോക്കുന്നത്. നോക്കൂ, അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ പറഞ്ഞത് 3 പ്രോസസ്സുകളാണ് വരുന്നത്. ബയേഴ്സ് പ്രോസസ്സ്, പിന്നെ ഹാൾ ഹെറോൾഡ് പ്രോസസ്, മൂന്നാമത്തതാണ് റിഫൈനിങ്ങിന് വേണ്ടിയുള്ള ഹൂബ്സ് പ്രോസസ്. അതിൽ ബയേഴ്സ് പ്രോസസ് നടക്കുന്നത് എന്താ, ഇവിടെ നടക്കുന്നത് നമ്മുടെ ബോക്സൈറ്റിൽ നിന്ന്, അലുമിനിയത്തിന്റെ അതിലെ ബോക്സൈറ്റിൽ നിന്ന് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതാണ് പ്രോസസ് അല്ലെങ്കിൽ ലീച്ചിങ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഏതൊക്കെ ഇമ്പ്യൂരിറ്റീസ് ചെയ്യുന്നത്, ഒന്ന് Fe2O, TiO2, ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ട് ഇമ്പ്യൂരിറ്റീസ്. അപ്പൊ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബയേഴ്സ് പ്രോസസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ NaOH സൊല്യൂഷനുമായിട്ട് എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണം. ഓക്കെ. അപ്പൊ ബോക്സൈറ്റ് അതായത് Al2O3 NaOH മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സോഡിയം അലുമിനേറ്റ് കിട്ടും. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്താണ് ചെയ്യുക ഈ കേസിൽ, അല്ലെങ്കിൽ NaOH ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ Al2O3 എന്ത് ചെയ്യും, ഈ NaOH അല്ലെങ്കിൽ ഇത് സൊല്യൂബിൾ ആണ്, അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കും, പുതിയൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ സോഡിയം അലുമിനേറ്റ് ഫോം ചെയ്യും. അതേസമയം ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ആണല്ലോ Fe2O3, SiO2, ഇതെന്താണ്, ഇത് ഇൻസൊല്യൂബിൾ ആണ്. ഏതിൽ, NaOH. നമ്മൾ പറഞ്ഞു ലീച്ചിങ് എന്നുള്ള മെത്തേഡ് നടക്കുന്നത് എന്താ ശരിക്ക്, അവിടെ ഈ ഓറിന്റെ സൊല്യൂബിലിറ്റി അല്ലെങ്കിൽ എന്താ ഓരോ പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള സോൾവെന്റുകളിൽ ഓറിന്റെ സൊല്യൂബിലിറ്റി അനുസരിച്ചാണ് എന്ത് അവിടെ സെപ്പറേഷൻ നടക്കുന്നത് പറഞ്ഞു ലീച്ചിങ്ങിൽ.
അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ Al2O3 എന്താണ്, NaOH സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ Al2O3 നമ്മൾ എന്ത് ചെയ്യും, NaOH ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സോഡിയം അലുമിനേറ്റ് ഫോം ചെയ്യും. അതെന്താണ്, സൊല്യൂബിൾ ആണ്. അതേസമയം Fe2O3 SiO2 എന്താണ്, ഇൻസൊല്യൂബിൾ ആണ്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി, അതിൽ നിന്ന് ഇനി ഒഴിവാക്കാലോ, അല്ലെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീനെ റിമൂവ് ചെയ്യാലോ. അപ്പൊ അതാണ് ഇനി അടുത്ത് പറയുന്നത് എന്താ, ഫിൽട്രേഷൻ മെത്തേഡ്. സോ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്തെടുക്കും. അടുത്തതാണ് പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, ഇപ്പൊ ഈ സോഡിയം അലുമിനേറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യും, ഈ സോഡിയം അലുമിനേറ്റ് AlOH3 ആയിട്ട് മാറും. ദെൻ ഈ AlOH3 നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറും, അത് പ്യുവർ ആയിട്ടുള്ള അലുമിന ആയിട്ട് മാറും. ഓക്കെ, കാൽസിനേഷൻ നടത്തി അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പാസ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്ത്, Al2O3 XH2 ആണ് കിട്ടുക. അതിനെ പിന്നെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത്, Al2O3 ആയിട്ട് മാറുന്നത്. ഇനി ഈ Al2O3 എന്തായിരിക്കും, അത് പ്യുവർ ആയിരിക്കും. അങ്ങനെ നമുക്ക് പ്യുവർ അലുമിന ലഭിക്കും. അപ്പൊ ഇതാണ് ബയസ് പ്രോസസ് നടക്കുന്നത്. സംഗതി വളരെ സിമ്പിൾ ആണ്. ആദ്യം എന്ത് ചെയ്തു, NaOH ട്രീറ്റ് ചെയ്തു. അപ്പോ ബാക്കി അതിലുള്ള മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, അത് NaOH ഇൻസൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി. ബാക്കി ഈ സോഡിയം അലുമിനേറ്റ് ഫോം ചെയ്യും. ഈ സോഡിയം അലുമിനേറ്റിനെ നമ്മൾ എന്ത്, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യും. ദെൻ നമുക്ക് AlOH3 ലഭിക്കും. ഈ AlOH3 എന്തായി, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പ്യുവർ ആയിട്ടുള്ള Al2O3 അല്ലെങ്കിൽ അലുമിന, പ്യുവർ ആയിട്ടുള്ള അലുമിന ലഭിക്കും. ഇപ്പൊ അലുമിനിയത്തിന്റെ പ്യുവർ ഓറ് ലഭിച്ചു, കോൺസെൻട്രേറ്റഡ് ഓറ് ലഭിച്ചു. ഇനി അടുത്തത് എന്താണ്, അടുത്തതാണ് ഇതിന്റെ നമുക്ക് എന്ത് ചെയ്തു, ഓറ് ലഭിച്ച് അതിൽ നിന്ന് അലുമിനിയം സെപ്പറേറ്റ് ചെയ്തെടുക്കണമല്ലോ. അതാണ്, അല്ലെങ്കിൽ എന്താ, ഐസൊലേഷൻ ആണ് അടുത്ത് പറയുന്നത്. അതാണ് എന്ത്, ഹാൾ-ഹെറോൾട്ട് പ്രോസസ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് അലുമിനിയം മെറ്റൽ ഫ്രം പ്യൂരിഫൈഡ് അലുമിന. അലുമിനയിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന മെത്തേഡാണ് എന്ത്, ഹാൾ-ഹെറോൾട്ട് പ്രോസസ്. ഈ മെത്തേഡുകൾ പേരുകൾ അങ്ങോട്ട് മാറിപ്പോരുത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, റിഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. അതായത് ഇവിടെ എന്താണ്, അലുമിനിയത്തിന്റെ കേസിൽ എന്താ, ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ കാഥോഡിൽ കാർബൺ ലൈനിങ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർബൺ യൂസ് ചെയ്യുന്നത്. ആനോഡിലാണെങ്കിൽ കാർബൺ ഗ്രാഫൈറ്റ് ആണ് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇലക്ട്രോലൈറ്റിൽ മെയിൻ ആയിട്ട് ഏതൊക്കെ, Al2O3 ഉണ്ടാവും. അതുപോലെ ക്രയോലൈറ്റ് അതിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത്, ഫ്ലോർസ്പാർ അല്ലെങ്കിൽ CF2 ഒക്കെ ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ റിയാക്ഷൻ ഒക്കെ എന്തായാലും ജസ്റ്റ് ഇപ്പൊ എന്താ, കാഥോഡിലാണെങ്കിൽ എന്താ റിഡക്ഷൻ ആണ് നടക്കുക. അത് ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് Al3+ എന്തായി മാറും, Al ആയിട്ട് മാറും. അതേപോലെ ആനോഡിലാണെങ്കിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. സോ നമുക്ക് എന്തായാലും ടോട്ടൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് Al2O3 കാർബണേറ്റ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, 4 അലുമിനിയവും അതുപോലെ 3 കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടിയത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എത്ര വേണ്ടുള്ളൂ, അതായത് ആ പ്യുവർ ആയിട്ടുള്ള അലുമിനയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, പ്യുവർ ആയിട്ടുള്ള അലുമിന ലഭിച്ചു. ഓക്കെ, ഇത് എന്താണ്, സ്വാഭാവികമായിട്ട് ഇത് ഉരുകിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. വളരെ സിമ്പിൾ ആയിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കാനും പറ്റും. പിന്നെ അപ്പൊ ഇതാണ് എന്ത്, അപ്പൊ അലുമിനിയം ലഭിച്ചു. ഇനി ഇതിനെ ഒന്നും കൂടി എന്ത് ചെയ്യണം, ഇപ്പൊ ഇത് ഒരു 90% പ്യുവർ ആയിരിക്കും. ഇത് 99% പ്യുവർ ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹൂബ്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് എന്ത് തന്നെയാണ്, ഇലക്ട്രോളിറ്റിക് മെത്തേഡ് തന്നെയാണ്, ഇലക്ട്രോളിസിസ് തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ. അയണിന്റെ എക്സ്ട്രാക്ഷൻ ആണ് അടുത്തത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന എന്താ, അല്ലെങ്കിൽ ഏതൊക്കെ ഓറാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ ഹേമറ്റൈറ്റ്, അതായത് Fe2O3 അതുപോലെ മാഗ്നറ്റൈറ്റും ആണ് എന്ത് നമ്മൾ അയണിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം Fe2O3 എന്ന് പറഞ്ഞാൽ ഹേമറ്റൈറ്റ്, Fe3O4 മാഗ്നറ്റൈറ്റ്. അവിടെ പ്രോസസ് നടക്കുന്ന ഏതിലാണ്, ബ്ലാസ്റ്റ് ഫർണസിലാണ് എൻറ്റയർ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ ഏതൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മൾ കോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ലൈം സ്റ്റോൺ ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ Fe2O3 എന്താ, അതുപോലെ Fe3O4 ഒക്കെ എന്ത് മാറും, FeO ആയി മാറും. പിന്നെ കാർബൺ മോണോക്സൈഡ് ട്രീറ്റ് ചെയ്ത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത്, അയണ് ലഭിക്കും, Fe ലഭിക്കും. നമുക്ക് ആ റിയാക്ഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് അത് ഇവിടെ കൊടുക്കാഞ്ഞത്. പിന്നെ ഇവിടെ എന്ത്, ഈ കേസിൽ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ എന്താവും, സ്വാഭാവിക ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ. ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ സ്ലാഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഇമ്പ്യൂരിറ്റി ആണ് കാൽഷ്യം സിലിക്കേറ്റ്, അല്ലെങ്കിൽ CaSiO3 ആണ് ഇവിടുത്തെ സ്ലാഗ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി. പിന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റ് ഏതാ,
ഇവിടെ കിട്ടുന്ന അയണ് അതിലും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. എന്തായാലും ആ കിട്ടുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ആ അയണെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പിഗ് അയൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിഗ് അയൺ ആണ് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന അയൺ. പിന്നെ അതിന് നമ്മൾ എന്ത് പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഈ പിഗ് അയണിനെ നമ്മൾ സ്റ്റീലൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഏതൊക്കെ? ഒന്നെങ്കിൽ ബെസിമർ അല്ലെങ്കിൽ ഓപ്പൺ ഹാർത്ത് പ്രോസസ്സിലൂടെ നമ്മൾ പിഗ് അയണിനെ സ്റ്റീലൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ ഈ പിഗ് അയൺ മാത്രമല്ല, പിന്നെ എന്ത് കാസ്റ്റ് അയൺ ഉണ്ട്. പിന്നെ വളരെ പ്യൂർ അല്ലെങ്കിൽ എന്ത് ഇതിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആണ്, അയണിന്റെ പ്യൂറസ്റ്റ് ഫോം ആണ് ഏത്? റോട്ട് അയൺ. ഓക്കെ, റോട്ട് അയൺ അത് ഓർത്ത് വെക്കുക. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഏതാണ് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? റോട്ട് അയൺ ആണ്. പിഗ് അയണൊക്കെ എന്താണ്? അതിലൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉള്ളതാണ്. അടുത്തതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് നിക്കൽ. നിക്കലിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓർ ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത്? പെൻലാൻഡൈറ്റ് ആണ് ഓറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. NaFeS സൾഫൈഡ് ഓറാണ്. എന്ത്? നിക്കൽ സൾഫൈഡ് ഓറാണ് ഈ പെൻലാൻഡൈറ്റ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഇതിന് സൾഫൈഡ് ഓറാണല്ലോ. അപ്പം ഏത് മെത്തേഡാണ് ആദ്യം കോൺസെൻട്രേഷൻ വേണ്ടി യൂസ് ചെയ്യുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. സൾഫൈഡ് ഓറാണല്ലോ. അപ്പൊ ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ ഫ്രോത്ത് നമുക്ക് അതിൽ കിട്ടി, അല്ലെങ്കിൽ നിക്കലിന്റെ ഈ എന്താ പറയാ, നിക്കലിന്റെ ഓറിന്റെ ഫ്രോത്ത് നമുക്ക് ലഭിച്ചു. അതിന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്യൂർ ആയിട്ടുള്ള നിക്കലിന്റെ ഓറ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അടുത്തതിനെ റോസ്റ്റ് ചെയ്യേണ്ടേ സൾഫൈഡ് ഓറുകളാണല്ലോ. അപ്പൊ അതിനെ ഓക്സൈഡ് ആക്കി മാറ്റണം. അതാണ് അടുത്തത് റോസ്റ്റിങ്. അതായത് ഈ സൾഫൈഡ് ഓറിനെ നമ്മൾ എന്താക്കി മാറ്റി ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്തു. പിന്നെ ഈ നിക്കൽ ഓക്സൈഡിനെ എന്താക്കി മാറ്റാം? റിഡക്ഷൻ നടത്തണം. അപ്പൊ ഇവിടെ കാർബൺ വെച്ചിട്ടാണ് റിഡക്ഷൻ നടത്തുന്നത്. അപ്പൊ NaO+C ഗിവ്സ് Na. നമുക്ക് എന്ത് കിട്ടി? നിക്കലിനെ കിട്ടി. ഇനി ഈ നിക്കലിനെ എന്ത് ചെയ്യണം? റിഫൈൻ ചെയ്യണം. അപ്പോൾ ഐസൊലേറ്റ് ചെയ്തു. അടുത്തത് എന്താ? ഇനി നിക്കലിനെ എന്താ പ്യൂറസ്റ്റ് ഫോമിലേക്ക് മാറ്റാണ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നിക്കലിന്റെ ഐസൊലേഷനിൽ വരുന്ന പ്രോസസ് ആണ്, അല്ലെങ്കിൽ റിഫൈനിങ് പ്രോസസ് ആണ് ഏത്? മോണ്ട് പ്രോസസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നടക്കുന്നത് നിക്കല് കാർബൺ മോണോക്സൈഡ് കൊണ്ട് മാറ്റി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കോംപ്ലക്സ് അല്ലെങ്കിൽ NaCO4 ആണ് ലഭിക്കുക. ഓക്കെ, ഇനി ഇതിനെ ഞാൻ വീണ്ടും ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഇതെന്ത് ഡീകമ്പോസ് ചെയ്തിട്ട് നിക്കലും കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ ആദ്യത്തെ കേസിൽ ഈ നിക്കൽ എന്താണ്? ഇത് ഇംപ്യൂർ നിക്കലാണ്. ഓക്കെ, ഇംപ്യൂർ ആയിട്ടുള്ള നിക്കലും കാർബൺ മോണോക്സൈഡുമായി ട്രീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് NaCO4 ആണ് കിട്ടിയത്. ഒരു വളരെ കോമ്പൗണ്ട് കിട്ടി. ഇനി NaCO4നെ ഞാൻ വീണ്ടും ഒരു നല്ല ടെമ്പറേച്ചർ അല്ലെങ്കിൽ 450 കെൽവിനൊക്കെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? ഇത് ഡീകമ്പോസ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കിട്ടി? നിക്കലും സെപ്പറേറ്റ് ചെയ്ത് കിട്ടി, അതുപോലെ കാർബൺ മോണോക്സൈഡ്. അപ്പൊ ഈ നിക്കൽ എന്തായിരിക്കും? ഈ കിട്ടിയ നിക്കല് പ്യുവർ നിക്കലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് ഈ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ഈ നിക്കലിന്റെ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ടൈറ്റാനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ അതിനെ വിളിച്ച പേരെന്താ? ആ റിഫൈനിങ്ങിന്റെ പേരെന്താണ്? അതാണ് വേപ്പർ ഫേസ് റിഫൈനിങ് അല്ലെ? വേപ്പർ ഫേസ് റിഫൈനിങ് ആണ് നിക്കലിന്റെയും അതുപോലെ ടൈറ്റാനിയത്തിന്റെ ഒക്കെ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പേര് ഓർത്ത് വെക്കുക. മോൺ പ്രോസസ്സ് നിക്കലിന്റെ റിഫൈനിങ് വരുന്നതാണ്. മനസ്സിലായല്ലോ? അടുത്തത് നോക്കൂ, എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ. കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ ആണ് നോക്കുന്നത്. അത് ഇവിടെ നമ്മൾ എടുക്കുന്ന ഓറ് ചാൾക്കോ പൈറേറ്റ് ആണ്, CuFeS2. അപ്പൊ ഇതെന്താണ്? സൾഫൈഡ് ഓർ അല്ലേ? സൾഫൈഡ് ഓർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കോൺസെൻട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. ഫ്രോത്ത് റോട്ടേഷൻ ആണ് യൂസ് ചെയ്യുക. അടുത്തത് ഇതിനെന്ത് ചെയ്യണം? സൾഫൈഡ് ആയതുകൊണ്ട് ഇതിനെ അടുത്ത സ്റ്റെപ്പ് ഓക്സൈഡ് ആക്കി മാറ്റണം. അപ്പൊ ഈ സൾഫൈഡ് ഓറിനെ ഞാൻ എന്താക്കി മാറ്റി? റോസ്റ്റിങ്ങിലൂടെ ഓക്സൈഡ് ആക്കി മാറ്റി. അതായത് റോസ്റ്റിംഗ് ഓർമ്മിച്ച് നോക്കൂ. റോസ്റ്റിംഗ് എന്താ? എക്സസ് എയറിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഓക്സിജനുമായി ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ആക്കി അല്ലെങ്കിൽ കോപ്പറിന്റെ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. പിന്നെ അടുത്ത മെത്തേഡാണ് സ്മെൽറ്റിങ്. അത് നമുക്ക് റിഡക്ഷൻ നടത്തണമല്ലോ. അടുത്ത എന്ത്? റിഡക്ഷൻ നടത്തും. പിന്നെ ലാസ്റ്റ് എന്ത്? പിന്നെ ബെസിമറൈസേഷൻ നടത്തി അങ്ങനെ ലാസ്റ്റ് Cu ലഭിച്ചു. ഇനി Cu എന്താണ്? ഇത് അത്ര പ്യൂർ അല്ല, ഇംപ്യൂർ ആണ്. ഇനി ഇതിനെ പ്യൂർ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇലക്ട്രോലിറ്റിക് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു ഇംപ്യൂർ കോപ്പറും ഒരു പ്യൂർ കോപ്പറും പിന്നെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആര് യൂസ് ചെയ്യും? കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പറിന്റെ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ഇലക്ട്രോളിസിസ് നടത്തുക. അപ്പൊ നമുക്ക് ഇവിടെ കാഥോഡിൽ എന്ത് കിട്ടി? കോപ്പറിന്റെ പ്യുവർ മെറ്റല് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ കിട്ടും. ഇതാണ് കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ.
ലാസ്റ്റ് എക്സ്ട്രാക്ഷൻ ഓഫ് ടൈറ്റാനിയം, ടൈറ്റാനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ. ഇവിടെ ടൈറ്റാനിയത്തിന്റെ ഓർ യൂസ് ചെയ്യുന്ന ഏതാണ്? ഇൽമനൈറ്റ് ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റൂട്ടൈൽ യൂസ് ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞതിലൊക്കെ പല ഓർ അനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടി സൾഫൈഡ് ആണോ അല്ലെങ്കിൽ കാർബണേറ്റ് ഓർ ആണോ, അപ്പൊ അതിന്റെയൊക്കെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് ചെയ്യും, ഡിഫറെന്റ് മെത്തേഡുകളാണ് യൂസ് ചെയ്യാൻ മനസ്സിലാക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾസ് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ എന്താണ്, ഇൽമനൈറ്റോ അല്ലെങ്കിൽ റൂട്ടൈലോ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനിതേപോലെ എന്ത് ചെയ്യണം, അതിനെ ഡിഫറെന്റ് മെത്തേഡുകളിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇനി ആ കോൺസെൻട്രേറ്റ് ഓറിനെ എന്താക്കി മാറ്റണം, അതിനെ നമ്മൾ ഒന്നെങ്കിൽ കാൽസിനേഷനോ അല്ലെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്യണം. അടുത്തത് റിഡക്ഷൻ ആണ് അടുത്ത മെത്തേഡ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നടക്കുന്നത് TiO2നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്ലോറിനുമായിട്ട് ട്രീറ്റ് ചെയ്ത് TiCl4 ആദ്യം ഫോം ചെയ്യും. ഇനി ഈ TiCl4നെ റിഡക്ഷൻ നടത്തും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, TiCl4 + 2Mg. ഇവിടെ മാഗ്നീഷ്യവുമായിട്ടാണ് റിഡക്ഷൻ നടത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മാഗ്നീഷ്യവുമായിട്ട് റിഡക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് ആണ് എന്ത്, ക്രോൾ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രോൾ പ്രോസസ്സ്. അപ്പൊ TiCl4 മാഗ്നീഷ്യവുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ലഭിക്കുക, ടൈറ്റാനിയം ലഭിക്കും. പക്ഷെ ഈ ടൈറ്റാനിയം എന്താണ്, പ്യുവർ ആണോ? ഇത് പ്യുവർ അല്ല. അപ്പൊ ഇതിനെ പ്യുവർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യും? ആ മെത്തേഡിന്റെ പേരാണ് വാൻ ആർക്കിൾ മെത്തേഡ്, അല്ലെങ്കിൽ വേപ്പർ ഫേസ് റിഫൈനിങ് ആണ് അടുത്ത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ വേപ്പർ ഫേസ് റിഫൈനിങ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ വാൻ ആർക്കിൾ പ്രോസസ്സിൽ നടക്കുന്നത് ടൈറ്റാനിയത്തിനെ എന്താക്കിയോ, അല്ലെങ്കിൽ ഇമ്പ്യൂർ ആയിട്ടുള്ള ടൈറ്റാനിയത്തിനെ ഞാൻ എന്ത് ചെയ്യും, അയഡിനുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോ എന്ത്, ഒരു വോൾട്ടൈൽ കോമ്പൗണ്ട് TiL4 ഫോം ചെയ്യും. ഇനി ഈ TiL4 എന്താണോ അത് എന്താ പറയാ, ഇനി രണ്ടാമത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ TiL4 അല്ല, TiI4 എന്ത് ചെയ്യും, അത് സെപ്പറേറ്റ് ചെയ്ത് പോകും. അത് ടൈറ്റാനിയം, പ്യൂർ ആയിട്ടുള്ള ടൈറ്റാനിയം പിന്നെ അയഡിനും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് പ്യൂർ ആയിട്ടുള്ള ടൈറ്റാനിയം നമുക്ക് ലഭിക്കും. അപ്പൊ വാൻ ആർക്കിൾ മെത്തേഡ് ഓർത്ത് വെക്കുക. അപ്പൊ ടൈറ്റാനിയത്തിന്റെ എക്സ്ട്രാക്ഷനിൽ വരുന്ന രണ്ടാളുകൾ, ഒന്ന് ക്രോൾ പ്രോസസ്സ് പറഞ്ഞാൽ എന്താണ്, ടൈറ്റാനിയത്തിന്റെ റിഡക്ഷൻ ആണ് വരുന്നത് മാഗ്നീഷ്യം യൂസ് ചെയ്തിട്ട്, അതാണ് ക്രോൾ പ്രോസസ്സ്. പിന്നെ റിഫൈനിങ് വരുന്നതാണ് ഇത് വാൻ ആർക്കിൾ പ്രോസസ്. വാൻ ആർക്കിൾ പ്രോസസ്സ് പറഞ്ഞാൽ എന്താ, ടൈറ്റാനിയത്തിനെ അയഡിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ TiI4 ലഭിച്ചു. ദെൻ ഇതിനെ വീണ്ടും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, ടൈറ്റാനിയം ലഭിച്ചു. അപ്പൊ ഈ ഒരു റിഫൈനിങ് മെത്തേഡാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. അപ്പൊ ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, പല മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ നമ്മൾ എന്ത് മൊത്തത്തിലൊന്ന് ചുരുക്കി പറഞ്ഞത്. ഇനി അടുത്തതാണ് സ്റ്റീല്. സ്റ്റീലിന്റെ നമുക്ക് അതിലേക്ക് എന്ത്, കാർബണുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഒരു അലോയി ആണ് സ്റ്റീൽ എന്ന് പറയുന്നത്. പിന്നെ കാർബൺ പുറമെ നമ്മൾ എന്ത് ചെയ്യും, നിക്കൽ യൂസ് ചെയ്യാറുണ്ട്, ക്രോമിയം, മാംഗനീസ്, അങ്ങനെ പല എലമെന്റുകൾ നമ്മൾ മിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത്, അലോയുടെ അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത് പലതും വ്യത്യാസപ്പെടും. നമ്മൾ ഇവിടെ നോക്കുന്നത് ആദ്യം കാർബൺ സ്റ്റീലുകൾ ക്ലാസിഫിക്കേഷൻ ആണ്. മെയിൻ ആയിട്ട് കാർബൺ സ്റ്റീലുകൾ അല്ലെങ്കിൽ കാർബണിന്റെ എത്ര ശതമാനം ആ സ്റ്റീലിൽ കാർബൺ അടങ്ങിയിരിക്കുന്നു അതിനനുസരിച്ച് എന്ത്, മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീല്, രണ്ടാമത്തത് മീഡിയം കാർബൺ സ്റ്റീൽ, മൂന്നാമത്തതാണ് ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ, ഈ മൂന്ന് സ്റ്റീലുകളാണ് കാർബൺ സ്റ്റീലുകളായിട്ട്, അല്ലെങ്കിൽ കാർബണിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതില് ലോ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ അതിൽ ഏകദേശം 0.3% കാർബൺ അത് അടങ്ങിയിട്ടുണ്ടാവും. ഇതിന്റെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ എന്താ, ഇത് പൊതുവെ സോഫ്റ്റ് ആണ്, ഡക്റ്റൈൽ ആണ്, മാലിബിൾ ആണ്, അതുപോലെ ഈസിലി വെൽഡ് ചെയ്യാനും പറ്റും. ഇതിന്റെ യൂസ് എവിടെയൊക്കെ വരുന്നത്, വയർ, പൈപ്പ്, ഷീറ്റ്, ഓട്ടോമൊബൈൽ ബോഡീസ് ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്, മൈൽഡ് സ്റ്റീൽ ആണ്. ഇനി രണ്ടാമത്തതാണ് മീഡിയം കാർബൺ സ്റ്റീൽ. അതിൽ എത്ര ഉണ്ടാവും, അതിൽ ഏകദേശം 0.3 മുതൽ 0.6% വരെയാണ് കാർബൺ ഉള്ളത്. ഇത് നേരത്തെ പറഞ്ഞതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താവുന്നൂടി സ്ട്രോങ്ങർ ആണ്, അതുപോലെ ഹാർഡറും ആണ്. അതുപോലെ ഇതിന്റെ ഡക്റ്റിലിറ്റി നോക്കുകയാണെങ്കിലും ഒരു മോഡറേറ്റ് ഡക്റ്റിലിറ്റി ആണ് മീഡിയം കാർബൺ സ്റ്റീലിനുള്ളത്. ഇനി ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കാൻ, ആക്സിൽ നിർമ്മിക്കാൻ, പിന്നെ മെഷീനറി പാർട്സ് നിർമ്മിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ 0.6% കാർബൺ അടങ്ങിയ മീഡിയം കാർബൺ സ്റ്റീൽ. ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാർഡ് ആയിട്ടുള്ള കാർബൺ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കാർബൺ സ്റ്റീൽ ആണ് ഇത് ഹൈ കാർബൺ സ്റ്റീൽ. അതിൽ ഏകദേശം 0.6 മുതൽ 1.5% വരെ എന്തുണ്ടാവും, കാർബൺ അടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ എന്താ, അത് വെരി ഹാർഡാണ്, പിന്നെ ബ്രിട്ടിൽ ആണ്, അതുപോലെ ലെസ് ഡക്റ്റൈൽ ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ, അല്ലെങ്കിൽ ഇതിന്റെ യൂസസ് ഏതൊക്കെയാ വരുന്നത്,
നമ്മൾ കട്ടിങ് ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സ്പ്രിങ് ഉണ്ടാക്കാൻ വേണ്ടി, ഡ്രിൽസ്, ഡൈസ് ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയൊക്കെ ഹൈ കാർബൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് അലോയ് സ്റ്റീൽ. അലോയ് സ്റ്റീൽ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ക്രോമിയം, നിക്കല്, മാംഗനീസ്, ടങ്സ്റ്റൺ, മോളിബ്ഡിനം, വനേഡിയം, കോബാൾട്ട് തുടങ്ങിയ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ത് ചെയ്യും? ഇതിലേക്ക് മിക്സ് ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്ന സ്റ്റീലാണെന്ത് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? പല ടൈപ്പ് അലോയ് സ്റ്റീലുകൾ ഉണ്ട്. ഇപ്പൊ ഒന്ന് രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിങ്ങൾക്ക് അറിയാലോ, ഇതെന്താണ്? കൊറോഷൻ, അതുപോലെ റെസിസ്റ്റന്റ് അല്ലേ? അതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമ്മൾ പെട്ടെന്ന് തുരുമ്പിക്കോ? ഇല്ലല്ലോ. അപ്പം കൊറോഷൻ ഫ്രീ അല്ലെങ്കിൽ എന്താ റെസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പൊ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18% എന്തായിരിക്കും? സ്റ്റെയിൻലെസ് സ്റ്റീല് ക്രോമിയാണുള്ളത്. അതുപോലെ 8% എന്താ? നിക്കലാണ്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോക്കുകയാണെങ്കിൽ 18% ക്രോമിയവും 8% നിക്കൽ അടങ്ങിയതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിന്റെ യൂസ് എന്തൊക്കെയാണ്? അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? അതായത് ഇത് കൊറോഷനും അതുപോലെ റെസിസ്റ്റന്റ് ആണ്. പിന്നെ നമ്മൾ പാത്രങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ പാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമ്മൾ പിന്നെ ബിൽഡിംഗ് എന്താ പറയാ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി നിക്കൽ സ്റ്റീൽ നോക്കുകയാണെങ്കിലോ, നിക്കൽ സ്റ്റീൽ ആ പേര് തന്നെ ഉണ്ട്. അതിൽ 2 മുതൽ 5% വരെ എന്തായിരിക്കും? നിക്കൽ ആയിരിക്കും ഉണ്ടാവുക നിക്കൽ സ്റ്റീലിൽ. ഇതെന്താ മറ്റേ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആണ്. അതുപോലെ ഷോക്ക് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഷോക്ക് റെസിസ്റ്റന്റ് ആണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആർമർ പ്ലേറ്റ് ഉണ്ടാക്കാൻ, അതുപോലെ ഷാഫ്റ്റ് ഉണ്ടാക്കാനൊക്കെയാണ് നിക്കൽ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കൂ, 0.5 മുതൽ 1.5% വരെ ക്രോമിയം ആണ് അതിലുള്ളതെങ്കിൽ ആ അലോയ് സ്റ്റീൽ ആണ് ഏത്? ക്രോമിയം സ്റ്റീൽ. ഇത് പൊതുവെ എന്താണ്? ഹാർഡാണ്, അതുപോലെ വിയർ റെസിസ്റ്റന്റ് ആണ്. ഇത് ടൂൾസ് ഉണ്ടാക്കാനും ബിയറിങ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് പൊതുവെ ക്രോമിയം സ്റ്റീൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ഒന്നല്ല, പറഞ്ഞു പോകുന്നത്. അടുത്തതാണ് ഈ ഹാർഡനിങ് ഓഫ് സ്റ്റീൽ. നമുക്ക് ഇപ്പൊ ഈ സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ ഈ നോർമൽ സ്റ്റീലിന്റെ സ്ട്രെങ്ത് ഒന്നുകൂടെ വർദ്ധിപ്പിക്കണം. ഓക്കെ, സ്ട്രെങ്ത് കൂട്ടണം, അല്ലെങ്കിൽ അതിന്റെ വിയർ റെസിസ്റ്റൻസ് കൂട്ടണം. അങ്ങനെ അതിന്റെ പ്രോപ്പർട്ടി ഒന്നുകൂടി എൻഹാൻസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ക്വഞ്ചിങ്, ദെൻ ടെമ്പറിങ്, കേസ് ഹാർഡനിങ്, അങ്ങനെ പല മെത്തേഡ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റീലിന്റെ സ്ട്രെങ്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അനീലിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന മെയിനായിട്ട് ആദ്യം ഹീറ്റ് ചെയ്യും, പിന്നെ അതിനെ പതുക്കെ കൂള് ചെയ്യും. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെ ചെറിയ മോളിക്കുലർ ലെവലിലേക്ക് ഇതിന്റെ സ്ട്രക്ചർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നോക്കുകയാണെങ്കിൽ അനീലിംഗ് നടത്തി കഴിഞ്ഞാൽ എന്തായി മാറും? അത് ആ സ്റ്റീൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ട് മാറും. ഇനി ക്വഞ്ചിങ് ആണ് നടത്തുന്നതെങ്കിലോ, ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ഹീറ്റിംഗ് തന്നെയാണ്. ഹീറ്റിംഗ് നന്നായിട്ട് നടത്തും. അതേപോലെ പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അതിന് കൂൾ ചെയ്യും, റാപ്പിഡ് കൂളിംഗ് നടത്തും. അപ്പൊ ഹീറ്റിംഗ് ഫോളോഡ് ബൈ റാപ്പിഡ് കൂളിംഗ് ആണെങ്കിൽ അതുണ്ട് ക്വഞ്ചിങ് എന്നുള്ള പ്രോസസ് നടക്കുന്നത്. അപ്പൊ ഇതെന്തായി മാറാ? ഇതിന്റെ ആ സ്റ്റീലിന്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ഹാർഡ്നെസ് കൂടുകയാണ് ചെയ്യുക. മനസ്സിലായല്ലോ? അടുത്തതാണ് ടെമ്പറിങ്. ടെമ്പറിങ് നടക്കുന്നത് എന്താ? ഈ ഓൾറെഡി കിട്ടിയ ഈ കൊഞ്ചഡ് സ്റ്റീൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഹാർഡ് ആയിട്ടുള്ള സ്റ്റീൽ ഉണ്ടല്ലോ, ഇതിനെ വീണ്ടും ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്താണ് എന്ത് നമുക്ക് ടെമ്പറിങ് നടക്കുക, അല്ലെങ്കിൽ അതിന്റെ ആ ബ്രിട്ടിൽനെസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബ്രിട്ടിൽനെസ് എന്ത് ചെയ്യാൻ കുറയും. അടുത്തതാണ് കേസ് ഹാർഡനിങ്. ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ നടക്കുന്നത് സർഫസ് കാർബണൈസേഷൻ ഫോർ ഹാർഡ് ഔട്ടർ ലെയർ. അതായത് ആ ഔട്ടർ ലെയറിനെ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഹാർഡാക്കാൻ വേണ്ടിയാണ് കേസ് ഹാർഡനിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഈ പേരുകളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതൊക്കെയാണെന്ത് ഹാർഡനിങ് ഓഫ് സ്റ്റീലിന് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. ഒന്ന് അനീലിംഗ്, ക്വഞ്ചിങ്, ടെമ്പറിങ്, കേസ് ഹാർഡനിങ്. ഇനി പല മെത്തേഡുകളുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെറ്റലർജി എന്നുള്ള പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മളിതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമിന് എന്ത് സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് ഓറിന്റെ കാര്യങ്ങൾ, അതിന്റെ ഫോർമുല അറിഞ്ഞു വെക്കുക, പിന്നെ ഡിഫറെന്റ് കോൺസെൻട്രേഷൻ മെത്തേഡുകൾ, പിന്നെ റോസ്റ്റിംഗ്, കാൽസിനേഷൻ, അത് കഴിഞ്ഞിട്ടുള്ളതാണത് റിഡക്ഷൻ മെത്തേഡുകൾ, പിന്നെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ റിഫൈനിങ് മെത്തേഡുകൾ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക.
അപ്പൊ നോക്കൂ, നമുക്ക് എന്തായാലും PSCക്ക് അതുപോലെ നീറ്റ് എക്സാമിന് ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? അപ്പൊ ഇതിൽ ഏതിനെയാണ് പറയൂ. നമ്മളിവിടെ റിഫൈനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡോളമൈറ്റ്, കലാമിൻ, സിന്നബാർ, ബോക്സൈറ്റ്. അതിൽ ഏതിനെയാണ് നമ്മൾ എന്ത് ശക്തമായി ചൂടാക്കിയിട്ട് ലോഹം വേർതിരിക്കാവുന്ന ചോദ്യം. അപ്പൊ ഏതാണ് ആൻസർ വരിക? സിന്നബാർ ആണ് അല്ലേ? അതായത് നമ്മൾ പഠിച്ചു, അതായത് HG സിങ്ക് പോലത്തെ ആളുകളെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, അല്ലെങ്കിൽ അതിനെ മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് ആ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചിരുന്നു. അപ്പൊ സിന്നബാർ ആണ് ഇതിന്റെ ആൻസർ. അതായത് മെർക്കുറിയുടെ എക്സ്ട്രാക്ഷന് നമ്മൾ എന്താ ഹീറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത് നോക്കൂ, ഇത് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ വർഷം നടന്ന 10th ലെവലിലെ ചോദ്യമായിരുന്നു ഇത്. അടുത്ത് നോക്കൂ, താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ് ചോദ്യം. അതിൽ തന്നിരിക്കുന്നതിൽ ഏത് മെത്തഡാണ് ഇല്ലാത്തത് ചോദിച്ചത്. നോക്കൂ, ലീച്ചിങ് നമ്മൾ പഠിച്ചതല്ലേ ഒരു മെത്തഡാണ്. പ്ലവന പ്രക്രിയ, അതായത് ഫ്ലോട്ടേഷൻ, സൾഫൈഡ് ഓറുകളുടെ പ്രക്രിയ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതും വരുന്നതാണ്. ദെൻ മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ കാന്തിക വിഭജനം. പിന്നെ നാലാമത്തെ ആയിരുന്നു ഹൈഡ്രോളിക് വാഷിംഗ്. സോ അതിൽ വരാത്ത ഏതാണ്? ഉൽപാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് HSAന്റെ 2018 ചോദ്യമായിരുന്നു. ലീച്ചിങ് വഴി സാന്ദ്രീകരിക്കുന്ന അയിര്. ലീച്ചിങ് പറയൂ, ലീച്ചിങ് ഏതാണ്? നമ്മൾ പറഞ്ഞു ബോക്സൈറ്റ് ആണ് ലീച്ചിങ് വഴി സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹേമറ്റൈറ്റോ? ഹേമറ്റൈറ്റ് ഏത് മെത്തേഡാ? ഹേമറ്റൈറ്റ് നമുക്കറിയാം മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഗലീൻ എന്താണ്? ഗലീന ഒരു സൾഫൈഡ് ഓർ അല്ലേ? സൾഫൈഡ് ഓർ ആയതുകൊണ്ട് PBS. സോ ഗലീനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അവിടെ ഫ്ലോട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? പറയൂ, കലാമിൻ ഏതിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഓക്കെ. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെത് ഏതാ? ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ്, മാഗ്നൈറ്റ്. ദെൻ ചെമ്പിൻ്റെത് മാലക്കൈറ്റ്. അടുത്തത് മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മോണോസൈറ്റ് ഏതിന്റെ അയിരാ? മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. ടൈറ്റാനിയത്തിന്റെ അയിരിന്റെ പേരെന്താ? ടൈറ്റാനിയത്തിന്റെ റൂട്ടൈല് അല്ലെ? പിന്നെ ഇൽമനൈറ്റ് ഒക്കെ. മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത്? മാലക്കൈറ്റ് പറയൂ. മാലക്കൈറ്റ് ചെമ്പാണ്, കോപ്പറാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക. അതായത് മാലക്കൈറ്റ് എന്തിന്റെ അയിരാണ്? കോപ്പറിന്റെ അയിരാണ് മാലക്കൈറ്റ്. കലാമിൻ ഏതായിരുന്നു? കലാമിനാണ് സിങ്ക്. പിന്നെ മഗ്നീഷ്യത്തിന്റെ ഒരു അയിര് പറയൂ. മാഗ്നസൈറ്റ് അതല്ലെങ്കിൽ ഡോളമൈറ്റ് ഒക്കെ എന്താണ്? മഗ്നീഷ്യത്തിന്റെ ഒരു അയിരാണ്. ദെൻ താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. സിങ്ക് ബ്ലെൻഡ് നമ്മൾ പഠിച്ചു, സിങ്കിന്റെ ഓറല്ലേ ZnS. ഇതാണല്ലോ സിങ്ക് ബ്ലെൻഡ്, ZnS. അപ്പൊ നിങ്ങൾക്ക് അറിയാം അതെന്താ? സൾഫൈഡ് ആണ്, സിങ്ക് സൾഫൈഡ് ആണ് ഏത്? സിങ്ക് ബ്ലെൻഡ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നോക്കൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ്. അടുത്തത് സിന്നബാർ ഈസ് ആൻ ഓർ ഓഫ്. സിന്നബാർ എന്തിന്റെ അയിരാണ്? പറയൂ. സിങ്ക് ആണോ? അല്ല, സിങ്ക് അല്ല. ലെഡ് ആണോ? ലെഡിൻ്റെത് PBS ഗലീനയാണ്, അതല്ല. സിൽവർ ആണോ? സിൽവറും അല്ല. ഓപ്ഷൻ സി മെർക്കുറി ആണ് സിന്നബാർ. ഓക്കെ, മെർക്കുറിന്റെ ഓറാണ് സിന്നബാർ. അടുത്ത് നോക്കൂ, സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? സെൽഫ് ഓക്സിഡേഷൻ ആണ് റിഡക്ഷൻ മെത്തേഡ്. ഏതാണ് വരിക? ഏതാണ്? കോപ്പർ ആണ് ആൻസർ വരുന്നത്.
അതായത് ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ആ ഇലക്ട്രോളിസിന്റെ കാര്യം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കോപ്പർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതെന്ത് വരും? താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ലോഹമാണ് സ്വയം നിരോക്സീകരണം, കാരണം റിപ്പീറ്റേഷൻ വന്നു, സെൽഫ് റിഡക്ഷൻ വഴി വേർതിരിച്ചെടുക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ചെമ്പ്, കോപ്പർ ആണ് സെൽഫ് റിഡക്ഷൻ വഴി നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്, ചെമ്പ്. അടുത്ത് നോക്കൂ, വേപ്പർ ഫേസ് റിഫൈനിങ് വഴി ശുദ്ധീകരിക്കുന്ന ഒരു മൂലകം. ഇത് 2016 HSCന്റെ ചോദ്യമായിരുന്നു. വേപ്പർ ഫേസ് റിഫൈനിങ് പറയൂ. മെർക്കുറി ആണോ? മെർക്കുറി അല്ല. മെർക്കുറിയും സിങ്കും ഒക്കെ നമ്മൾ പഠിച്ച ഏത് മെത്തേഡാണ്? ഏത് റിഫൈനിങ് ആണ്? നമ്മൾ ഡിസ്റ്റിലേഷൻ ആണ് അവിടെ പറഞ്ഞൊരു മെത്തേഡ് അല്ലേ? ദെൻ ടൈറ്റാനിയം ആണോ? യെസ്, ടൈറ്റാനിയം ആണ് വേപ്പർ ഫേസ് റിഫൈനിങ്ങിന് എക്സാമ്പിൾ. അതുപോലെ നിക്കലും എന്താണ്? ഒരു വേപ്പർ ഫേസ് റിഫൈനിങ് വഴിയാണ് നിക്കല് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. നിക്കലിന്റെ റിഫൈനിങ്ങിന്റെ വേറെ പേരാണ് എന്ത്? മോൺസ് പ്രോസസ്സ്. ടൈറ്റാനിയം ആണെങ്കിൽ വാൻ ആർക്കൽ പ്രോസസ്. നോക്കൂ, താഴെ പറയുന്നവയിൽ ഏതിനാണ് ഏറ്റവും ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്? പിഗ് അയൺ ആണോ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ? പിന്നെ സ്റ്റീല്. ഇതിൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ആർക്കാണ്? അത് സ്റ്റീലിനാണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഇതില് റോട്ട് അയൺ ആണ് ഏറ്റവും നല്ല പ്യുവർ അയണിന്റെ പ്യുവർ ഫോം റോട്ട് അയൺ ആണ്. പിന്നെ പിഗ് അയൺ നമുക്ക് എന്താ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഫോം ഏതായിരിക്കും? പിഗ് അയൺ ആയിരിക്കും. അതില് ഇമ്പ്യൂരിറ്റീസിന്റെ പ്രസൻസ് ഉള്ളതാണ് പിഗ് അയൺ. ഇനി ഇപ്പൊ ഇത്രയാണ് എന്ത് കഴിഞ്ഞ PSC എക്സാമുകളായിട്ട് വന്ന ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തരത്തിലാണ് PSC ചോദിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഡിഫറെന്റ് ഓറുകൾ ചോദിച്ചു, കോൺസെൻട്രേഷൻ മെത്തേഡുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു, പിന്നെ റിഫൈനിങ് മെത്തേഡ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നീറ്റ് എക്സാം ചോദിച്ച കുറച്ച് ചോദ്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോക്കൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഹൈലി പ്യുവർ മെറ്റൽ വിച്ച് ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടുള്ള, അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ള ഏതാണ്? റിഫൈനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ മെർക്കുറി പോലത്തെ ആളുകളെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ഡിസ്റ്റിലേഷൻ ആണ് അല്ലേ? ഡിസ്റ്റിലേഷൻ മെത്തേഡിലൂടെയാണ് മെർക്കുറി, സിങ്ക് ഒക്കെ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ എന്ത് അതിനെ റിഫൈൻ ചെയ്തെടുക്കുന്നത്. പിന്നെ സോൺ റിഫൈനിങ് വരുന്നത് ഏതിലാണ്? സോൺ റിഫൈനിങ് വരുന്നത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്, അതായത് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം പോലത്തെ ആളുകൾക്കാണ് സോൺ റിഫൈനിങ് യൂസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോളിസിസ് വരുന്നത് ആർക്കൊക്കെയാണ്? ഇലക്ട്രോളിസിസ് ഒക്കെയാണ് നമ്മള് എന്താ പറയാ കോപ്പർ പോലത്തെ ആളുകളൊക്കെയാണ് ഇലക്ട്രോളിസിസിലൂടെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത്. ഇനി പിന്നെ ഒരു മെത്തേഡാണ് ക്രോമറ്റോഗ്രഫി. അവിടെ വരുന്നത് അഡ്സോർപ്ഷന്റെ ഇതനുസരിച്ചാണ് ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഇനി ചേരുംപടി ചേർക്കാനാണ് ലെഫ്റ്റ് സൈഡിൽ ഓറും റൈറ്റ് സൈഡിൽ അതിന്റെ ഫോർമുലയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇതൊക്കെ അയണിന്റെ ആണല്ലോ. അപ്പോ തന്നിരിക്കുന്നതിൽ 1, 3 അയണിന്റെ ഉള്ളത്. അപ്പൊ ഹേമറ്റൈറ്റ് ഏതാണ്? Fe3O4 ആണോ അതോ Fe2O3 ആണോ? പറയൂ. ഹേമറ്റൈറ്റ് ആണെങ്കിൽ അതിൽ 2 അയണേ ഉണ്ടാവുള്ളൂ. ഹേമറ്റൈറ്റ് Fe2O3 ആണ് ഹേമറ്റൈറ്റ്, Fe2O3. Fe3O4 മാറിപ്പോകരുത്. അപ്പൊ മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ ആ എം എന്നുള്ളത് ജസ്റ്റ് എന്താ അതിങ്ങനെ 3 ആലോചിച്ചാൽ കിട്ടും. അപ്പൊ അതിൽ 3 അയൺ ഉണ്ടാവും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി, മാറിപ്പോവില്ല. അപ്പൊ മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe3O4ഉം ഹേമറ്റൈറ്റ്
ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. അത് ശരിയല്ലേ? സ്റ്റീൽ ഉണ്ടാക്കുന്നത്, അതുപോലെ മറ്റ് കാസ്റ്റ് അയൺ, റോട്ട് അയൺ ഒക്കെ ഈ പിഗ് അയൺ എന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് ശരിയാണ്, ബി ശരിയാണ്. ഇനി സി നോക്കൂ, റോട്ട് അയൺ ഈസ് ഇംപ്യൂർ അയൺ വിത്ത് 4% കാർബൺ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിഗ് അയൺ ആണ് എന്ത് ഇംപ്യൂർ അയൺ വിത്ത് 4% കാർബൺ. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. റോട്ട് അയൺ അല്ല, പിഗ് അയൺ ആണ് എന്ത് ഇംപ്യൂർ അയൺ വിത്ത് 4% കാർബൺ. ഓക്കെ, അടുത്ത നോക്കൂ, ബ്ലിസ്റ്റർ കോപ്പർ appearance due to evolution of CO2. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. ആ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അവിടെ ജസ്റ്റ് അതിന്റെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. വേപ്പർ ഫേസ് റിഫൈനിങ് ഇസ് ക്യാരിഡ് ഔട്ട് ഫോർ നിക്കൽ ബൈ മോൺ പ്രോസസ്. രണ്ടാമത്തെ എന്താ, പിഗ് അയൺ ഈസ് മോൾട്ടൺ അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ് ആഫ്റ്റർ സ്മെൽറ്റിംഗ്. ഇറ്റ് ക്യാൻ ബി മോൾഡ് ഇൻ ടു വെറൈറ്റി ഓഫ് ഷേപ്സ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത്, റോട്ട് അയൺ ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ വിച്ച് ഹാസ് ലെസ് ദാൻ 4% കാർബൺ. അതായത് ഇവിടെ പറഞ്ഞ എന്താണ്, 4% കാർബൺ ഉണ്ട് എന്നായിരുന്നു റോട്ട് അയണിൽ. പക്ഷെ ഈ റോട്ട് അയണിൽ എന്താ ശരിക്ക് 4%-ലെ കുറവേ കാർബണിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആണ് റോട്ട് അയൺ. അടുത്തത്, ബ്ലിസ്റ്റർ കോപ്പർ ഹാസ് ബ്ലിസ്റ്റേഡ് അപ്പിയറൻസ് ഡ്യൂ ടു എവല്യൂഷൻ ഓഫ് SO2 ആണ്. നേരത്തെ പറഞ്ഞ എന്താ ഓപ്ഷനിൽ CO2 എന്ന് പറഞ്ഞത്, അതല്ല, SO2 കാരണമാണ് ബ്ലിസ്റ്റേഡ് അപ്പിയറൻസ് ഉണ്ടാവുന്നത്. അടുത്ത് നോക്കാം, വിച്ച് വൺ ഈസ് മാലക്കേറ്റ് ഫ്രം ദ ഫോളോയിങ്. മാലക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് അറിയുന്നതാണ്, മാലക്കേറ്റ് എന്താണ്, കോപ്പറിന്റെ അയിരാണ് മാലക്കേറ്റ്. ഇനി നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാലക്കേറ്റ് പറയുമ്പോൾ അത് എന്ത് അയിരാണ് എന്താണ്, ഇനി ഫോർമുല അറിയില്ലെങ്കിലും അതിന്റെ ജസ്റ്റ് ഏത് കാർബണേറ്റ് ആണോ സൾഫൈഡ് ആണോ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താ മാലക്കേറ്റ് എന്നുള്ളത് കോപ്പറിന്റെ ഒരു കാർബണേറ്റ് അയിരാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. CuCO3 CuOH2. സോ കോപ്പറിന്റെ കാർബണേറ്റ് അയൺ ആണ് മാലക്കേറ്റ്. കണ്ടോ, അപ്പൊ എക്സാമിന് തലങ്ങ് വിലങ്ങ് ചോദ്യം വരാം. സോ ഓർത്തു വെക്കുക. അടുത്തത്, the process of heating the concentrated ore in a limited supply of air or in the absence of air is known as. ഇവിടെ എന്താണ്, നമ്മുടെ ഓറിനെ, കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന രണ്ട് മെത്തേഡ് പഠിച്ചിരുന്നു, കാൽസിനേഷനും റോസ്റ്റിംഗും. ഇവിടെ പറഞ്ഞ എന്താണ്, ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. അതായത് കുറഞ്ഞ എയറിലോ അല്ലെങ്കിൽ എയറിന്റെ ആബ്സൻസിൽ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താ, അതാണ് കാൽസിനേഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. റോസ്റ്റിംഗ് എന്തായിരുന്നു, റോസ്റ്റിംഗ് പറഞ്ഞാല് എക്സസ് എയറിന്റെ പ്രസൻസിലാണ് എന്ത് നടക്കുന്നത്, റോസ്റ്റിംഗ് നടക്കുന്നത്. അത് മെയിനായിട്ട് സൾഫൈഡ് ഓറുകളൊക്കെ എന്താ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് റോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് എന്നും കൂടെ ഓർത്തു വെക്കുക. അടുത്തത്, എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഇൻവോൾവ്സ് ലീച്ചിങ് വിത്ത് Cn- അയോൺ. സിൽവർ ഈസ് ലേറ്റർ റിക്കവേർഡ് ബൈ. അതായത് ലീച്ചിങ് നേരത്തെ പറഞ്ഞിരുന്നു, അലുമിനിയത്തിന് മാത്രമല്ല, നമ്മളെന്ത് ഗോൾഡ് സിൽവറിനൊക്കെ എന്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയും നമ്മളെന്ത് ലീച്ചിങ് യൂസ് ചെയ്യാറുണ്ട്. ലീച്ചിങ് ഇവിടെ നടക്കുന്ന എന്താ, Cn- അയോൺ വെച്ചിട്ടാണ് എന്ത് ലീച്ചിങ് നടത്തുന്നത്. അറിയാലോ, അതായത് ഇതെന്ത് ചെയ്യും, ഈ ഗോൾഡ് ആവട്ടെ അതുപോലെ സിൽവർ ആവട്ടെ, ഇതൊക്കെ Cn-ഉമായിട്ട് റിയാക്ഷൻ നടന്ന് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അല്ലെങ്കിൽ എന്ത്, നമുക്ക് വേറെ രീതി പറയുകയാണെങ്കിൽ അതിലെ ഇമ്പ്യൂരിറ്റീസ് ഈ Cn-ന്റെ സോഡിയം Cn ഒക്കെയാണ് പൊതുവെ, NaCN ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇതിൽ എന്ത് ചെയ്യും, പൊതുവെ ഇതിലെ ഇമ്പ്യൂരിറ്റീസ്, ഗോൾഡിലും സിൽവറിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ഈ Cn-ഉമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. അത് അവിടെ റിയാക്ട് ചെയ്യാതെ കിടക്കും, അല്ലെങ്കിൽ എന്താണ് ഇൻസൊല്യൂബിൾ ആയിട്ട് കിടക്കും. അതേസമയം ഗോൾഡ് സിൽവർ ഒക്കെ Cn-ഉമായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഗോൾഡ് സിമ്പിൾ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഏത് മെത്തേഡാണ് പറയൂ? ഇവിടെ ചോദിച്ചത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ പിന്നെ എന്ത് ചെയ്യണം, ഇപ്പൊ Cn-ന്റെ കോമ്പൗണ്ട് ആയിട്ടാണ് ഉണ്ടാവും, ഗോൾഡും സിൽവർ ഒക്കെ Cn-ന്റെ കോമ്പൗണ്ട് ആയിട്ട് ഉണ്ടാവും. ഇനി അതിൽ നിന്ന് ഗോൾഡിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് യൂസ് ചെയ്യുക. അത് ഏതാണ്, ഡിസ്പ്ലേസ്മെന്റ് വിത്ത് സിങ്കുമായിട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടും, ഗോൾഡും സിൽവറും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പൊ ഇത് വരുന്ന മെത്തേഡ് ഇത് ഏതാണ്? സയനൈഡ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് സിങ്കുമായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലൂടെയാണ് അതിൽ നിന്നെന്ത് നമ്മൾ ഗോൾഡിനെയും സിൽവറിനെയും പുറത്തെടുക്കുന്നത്. ദെൻ ലാസ്റ്റ് ചോദ്യം നോക്കൂ. മെറ്റൽസ് ആർ യൂഷ്വലി നോട്ട് ഫൗണ്ട് ആസ് നൈട്രേറ്റ്സ് ഇൻ ദെയർ ഓർസ്. അതായത് പൊതുവെ നൈട്രേറ്റ്സ് ഓറുകളായിട്ട് പൊതുവെ കാണപ്പെടാറില്ല എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. 2 റീസൺ കൊടുത്തിട്ടുണ്ട്. പറയുന്നത് എന്താ? മെറ്റൽ നൈട്രേറ്റ്സ് ആർ ഹൈലി അൺസ്റ്റേബിൾ. അതായത് മെറ്റൽ നൈട്രേറ്റുകൾ അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ് അത് കാണപ്പെടാത്തത്, അല്ലെങ്കിൽ ഓറായിട്ട് കാണപ്പെടാത്തത് എന്ന് പറയുന്നത്, നൈട്രേറ്റ് ഓറായിട്ട്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പൊതുവെ അത് എന്താണ്? സ്റ്റേബിൾ അല്ല. പൊതുവെ എന്ത് സ്റ്റേബിൾ തന്നെയാണ് മിക്ക നൈട്രേറ്റ് ഓറുകളും. അത് പല കോമ്പൗണ്ടുകൾ, പല നൈട്രേറ്റുകളും പല മെറ്റൽ നൈട്രേറ്റുകളും പല പ്രോപ്പർട്ടി കാണിക്കുന്നത്. എന്നാലും മിക്ക ആളുകളും തന്നെയാണ് സ്റ്റേബിൾ ആണ്. അപ്പൊ അല്ല. രണ്ടാമത്തെ പറയുന്നത് എന്താ? മെറ്റൽ നൈട്രേറ്റ്സ് ആർ ഹൈലി സൊല്യൂബിൾ ഇൻ വാട്ടർ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ഈ മെറ്റൽ നൈട്രേറ്റുകൾ എന്ത് ചെയ്യും? പൊതുവെ വെള്ളത്തിൽ നല്ല സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഭൂമിയിൽ പൊതുവെ ഈ നൈട്രേറ്റിന്റെ ഓറുകൾ, മെറ്റൽ നൈട്രേറ്റുകൾ പൊതുവെ കാണപ്പെടാത്ത റീസൺ അതുകൊണ്ടാണ്. മെറ്റൽ നൈട്രേറ്റ്സ് ആർ ഹൈലി സൊല്യൂബിൾ ഇൻ വാട്ടർ. അത് തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബി സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മെറ്റലർജി ചെറിയ ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾക്ക് കുറെ റിയാക്ഷൻസ് ഒന്നും ഞാൻ പറഞ്ഞ് കാണാപാഠം പഠിക്കണ്ട. കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർസ്, അതുപോലെ അത് ഏത് ടൈപ്പാണ്, അതിന്റെ നേച്ചർ നിങ്ങൾ അറിഞ്ഞു വെക്കുക, അതിന്റെ ഫോർമുല അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അറിഞ്ഞു വെക്കുക. ദെൻ ഡിഫറെന്റ് മെത്തേഡ്സ്, ഓക്സിഡേഷന്റെ ഡിഫറെന്റ് മെത്തേഡ്സ്, റിഡക്ഷന്റെ മെത്തേഡ്സ്, ദെൻ റിഫൈനിങ്ങിന്റെ മെത്തേഡ്സ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് ഈ പോർഷന് ഷുവർ ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.